പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ടോൾവേർഡ് ചർച്ച് ഓഫ് ഗോഡിലുള്ള എല്ലാ ദൈവമക്കളോട് ഒരുമിച്ച് എൻ്റെ കർത്താവിനെയും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവ് അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ matchless name of my Savior Jesus Christ. I'm so happy to be here. When I see all the young people, I'm so happy actually, because I have heard, like in UK, most of the churches, they don't have young people there. I have visited many churches and I have seen only older people. Young people were not there. So when I see all these young kids here, I'm so happy that you are coming to church, and don't think it is waste of time. Actually, you are investing in the kingdom of God. Hallelujah. എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ അഭിഷക്തദാസൻ കുടുംബം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സോനിയ ആൻഡ് അഖിലവ്, നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ എന്നെ ഹോസ്റ്റ് ചെയ്ത പ്രിയ ഫാമിലി ക്രിസ്റ്റി ആൻഡ് ബെന്നി ബ്രദർ, നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ആരാധനയിൽ വന്ന് പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോഴും വചനം പറയുമ്പോഴും അല്ലെങ്കിൽ ആരോട് സംസാരിക്കുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രാൻസ്പെറൻസി. കപടഭക്തി എനിക്കിഷ്ടമല്ല. ഓക്കെ, കാരണം ഞാൻ 30 വർഷം കപടഭക്തിക്കാരിയായിരുന്നു. എന്താ നിങ്ങൾ സ്തോത്രം പറയാഞ്ഞ്? ഞാനൊരു പാസ്റ്ററുടെ മോളാണ്. IPCയിലെ പാസ്റ്ററുടെ മോളായിരുന്നു. എനിക്കിപ്പോൾ 37 വയസ്സുണ്ട്. 10 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടു, 11 വയസ്സുള്ളപ്പോൾ സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു. പാസ്റ്റർമാരുടെ മക്കളെക്കുറിച്ച് വിശ്വാസികൾക്കുള്ള എല്ലാ നല്ല അഭിപ്രായം എന്നെക്കുറിച്ചുണ്ടായിരുന്നു. നല്ല മോള്, നല്ല കൊച്ച്, വെള്ളം മാത്രമേ ഇടത്തുള്ളൂ, ചർച്ചയിൽ വരും, പാട്ടുപാടും, ബൈബിൾ വായിക്കും. പക്ഷേ 8 വർഷമായുള്ളൂ ഞാൻ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് കപടഭക്തി കണ്ടാൽ എനിക്കറിയാം. ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഇന്ന് ഈ ചർച്ചിൽ വന്നിരുന്നപ്പോൾ തൊട്ട് ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നെ ചലഞ്ച് ചെയ്തു. സാധാരണ പാസ്റ്റർമാർ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങും, നല്ല മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ആദ്യമായിട്ട് പാസ്റ്ററെ പൊക്കി പറയുമല്ല കേട്ടോ, ഞാൻ പൊക്കി പറയുന്ന ആളെയല്ല, ഐ എം ബീങ് ട്രാൻസ്പെറൻറ്റ്. ഇന്ന് വരെ ഒരു ദൈവദാസന് മാനസാന്തരത്തിന് വേണ്ടി സഭയെ പ്രാർത്ഥിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ദൈവദാസൻ പ്രാർത്ഥിക്കുക, കർത്താവേ മാനസാന്തരപ്പെടണമെന്ന്. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇന്ന് സഭയിലാണ് മാനസാന്തരം പ്രസംഗിക്കേണ്ടത്, പുറത്തല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ദൈവം നല്ലൊരു അഭിഷക്തദാസനെ തന്നേ. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. കാരണം നമ്മുടെ വിചാരം നമ്മുടെ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ടവരാന്നാ. അല്ല, ഞാനും അങ്ങനെ വിചാരിച്ച് പോയ ആളാ. 30ാമത്തെ വയസ്സിൽ അറിഞ്ഞത്, അയ്യോ, അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. മനസ്സിലായോ? യേശു ശമര്യക്കാരി സ്ത്രീയെ തേടിപ്പോയ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയല്ലേ? ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ശമര്യക്കാരി സ്ത്രീയെ മാത്രം തേടി എന്തിനാ യേശു ശമര്യയെ പോയെന്ന്. കാരണം കർത്താവിനറിയാം അവളൊരു വലിയ മിഷണറി ആവുമെന്ന്. എന്താണെന്നറിയോ? ഈ ചിലരുടെ പ്രത്യേക 2 ടൈപ്പ് ഓഫ് വിശ്വാസികളുണ്ട്. ഒന്ന് പാപം വിളിച്ച് പറഞ്ഞാൽ റിബല്യസ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ചിലരുണ്ട് പാപം കേട്ട ഉടനെ, അയ്യോ കർത്താവ് അത് ഞാനാകട്ടോ, അയ്യോ ഞാൻ രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനകത്ത് ബന്ധനത്തിലായിപ്പോയി, എനിക്കിതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്ന്. ഈ ശമര്യക്കാരി അങ്ങനെയായിരുന്നു. I love her because God chose a Samaritan woman to preach the gospel in the town of Samaria, because God knows who she was, who she will be. So ആ ശമര്യക്കാരിയായിരുന്നു ഞാൻ. ശമര്യക്കാരി സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട് അല്ലേ? ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ 5 ഭർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവിന് എല്ലാവരുടെയും പേര്, ഹിസ്റ്ററി ഒക്കെ അറിയാം. ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായി, ദൈവമേ, ഇതെല്ലാം അറിയാവുന്ന ആളാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന്. സോ അവൾ ആക്ടിങ് ഒന്നും ചെയ്തില്ല, അവൾ അഭിനയിച്ചൊന്നുമില്ല. അവൾ പറഞ്ഞു, സത്യ കർത്താവേ, ഞാൻ പാപിയ, എന്തുവാ ഞാൻ ചെയ്യേണ്ട ഇതിനകത്തുനിന്ന് പുറത്ത് വരാൻ? ഇനിയും പറയുന്ന വാക്ക് കട്ട് ചെയ്തൊന്നും എന്നെ എയറിലൊന്നും കയറ്റിയേക്കല്ലേ, ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. നമ്മളും ഈ ശമര്യക്കാരിയെ പോലെ നമുക്കും ഉണ്ട് 5 ഭർത്താക്കന്മാർ. എനിക്കുണ്ടായിരുന്നു കേട്ടോ, എനിക്കുണ്ടായിരുന്നു 5 ഭർത്താക്കന്മാർ. എന്തായിരുന്നറിയോ? എല്ലാവരും എന്നെ കണ്ണു മിഴിച്ച് നോക്കും. ദൈവമേ, പാസ്റ്റർ പറഞ്ഞു എനിക്ക് ഒറ്റ ഭർത്താവേ ഉള്ളൂ, പീറ്റേഴ്സൺ. അതല്ല ഞാൻ ചോദിച്ചത്, 5 ഭർത്താക്കന്മാരുണ്ട്. ഏതാണെന്നറിയാമോ? 1 പത്രോസ് 2:1-2. ആകയാൽ നിങ്ങളിലെ സകല, അറിയാമോ വാക്യം? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാം നുണ. എനിക്കുണ്ടായിരുന്നു until 30 years. പക്ഷെ ഇത് പാപമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വിചാരം 10 കൽപ്പന അനുസരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന.
പക്ഷെ പിന്നെ ആ 30ാമത്തെ വയസ്സിൽ അമേരിക്കയെ കൊണ്ടുവന്നിട്ട് എന്നെ ഒറ്റയ്ക്ക് ഒരു മുറിയിലിട്ട് പരിശുദ്ധാത്മ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ വെള്ളയിട്ട് നീ അകത്ത് വരുമ്പോഴും കൈ കൊട്ടുമ്പോഴും പാട്ട് പാടുമ്പോഴും വചനം വായിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ 5 പാപം മറഞ്ഞ് കിടപ്പുണ്ടെന്ന്. എന്തൊക്കെയാ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാം നുണ. മിക്കവാറും പ്രാർത്ഥന കഴിയുമ്പോൾ പാസ്റ്റർ എടുക്ക് ചോദിക്കും, നുണ പറയുന്നവളെയൊക്കെയാണോ ചർച്ചിൽ മെസ്സേജ് പറയാൻ കൊണ്ടുവന്നത്? അല്ലേ, കുഴപ്പമില്ല, സാരമില്ല, കർത്താവ് വിടുവിച്ചത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. മാനസാന്തരപ്പെടുത്തിയിട്ടാണ് വചനം കൈ തന്നിട്ട് പറഞ്ഞു ഇത് പോയി പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇവിടെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ വരുമ്പോൾ ജഡ്ജ്മെൻറ്റ് സീറ്റ് നിങ്ങളൊക്കെ അറിയും, അയ്യോ ആ കൊച്ചു ഇങ്ങനത്തെ ആയിരുന്നെന്നല്ലേ. ഇനി എല്ലാം പൊളി, ഒരു കള്ളം എല്ലാം പൊളിയുന്നൊരു ദിവസമുണ്ട്. നമ്മളിവിടെ എത്ര അഭിനയിച്ചാലും, ഇല്ലേ, സത്യമല്ലേ? ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോ, ഇവിടെ എത്ര അഭിനയിച്ചാലും ഒരു ദിവസം വരുന്നുണ്ട് ഇങ്ങനെ സ്ക്രീനെ കാണിക്കും നമ്മൾ എന്തായിരുന്നെന്ന്. അതുകൊണ്ട് ട്രൂ കൺഫെഷനാ, മാനസാന്തരപ്പെട്ടു. 2018 ജൂൺ മാസം തൊട്ട് ഒരു ക്ലാസ്സിലോട്ട് എന്നെ അങ്ങോട്ട് കയറ്റി. സർജറി എന്ന് പറയും. കർത്താവിൻ്റെ തിയേറ്ററിൽ കയറ്റിയിട്ട് കർത്താവ് ഹൃദയം തുറന്നിട്ട് പറഞ്ഞു, മോളെ നിനക്കറിയത്തില്ല ഇതൊക്കെ ഉണ്ടെന്ന്, പക്ഷെ നിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. സോ ഈ 10 കൽപ്പനയുടെ പ്രത്യേകത, വചനത്തിലേക്ക് ഞാൻ വരുമോ, പക്ഷെ ആദ്യം ഞാൻ എൻ്റെ ഇന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തിടക്കം ഈ വചനം പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ എല്ലായിടത്തും ഈ വചനം പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ റിപ്പീറ്റഡായിട്ട് നിങ്ങളിത് കേട്ടെന്നും ഇരിക്കും. കാരണം ഞാനും ഇങ്ങനെയായിരുന്നു. പാസ്റ്ററുടെ മകളായതുകൊണ്ട് വചനമൊക്കെ പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്റർമാരെയൊക്കെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചിട്ട് അവർ വചനം പ്രസംഗിക്കുമ്പോൾ ഇവരതൊക്കെ പാലിക്കുന്നവരാണോ? നിങ്ങളാരും അങ്ങനെ അല്ലെന്ന് പറയല്ലേ. അയ്യോ, നമ്മളാര് വചനം പ്രസംഗിച്ചാലും അവിടെ നിന്ന് ആദ്യം അവരെ ഒന്ന് സ്കാൻ ചെയ്യും. ഈ പറയുന്നവരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണോ, പിന്നെ അവർ വലിയ വിശുദ്ധരാണോ? ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായത് അവരെയൊക്കെ വലിയ ആളാണ് ഞാൻ അവിടെ ഇരിക്കുന്നതെന്ന് കേട്ടോ. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് നമ്മളെ സ്കാനിങ് ടേബിളിലോട്ട് കയറ്റുമ്പോൾ അറിയാം ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന്. നമ്മൾ വിചാരിക്കുന്ന 10 കൽപ്പന വലിയ സംഭവമാണ്. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായേ, നിങ്ങൾക്കും അങ്ങനത്തെ ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. God have given 10 commandments and God told us to follow those things. But we have our own perspective about 10 commandments. We think we are following it. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും കൊലപാതകം ചെയ്തിട്ടില്ല എന്ന്? അല്ലേ? ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഞാൻ മലയാളം ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അമേരിക്ക വന്നപ്പം എനിക്ക് ചുമ്മാ തോന്നി, വായിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നാട്ടി വെച്ച്, ബട്ട് ഒക്കേഷണലി. പക്ഷേ ഈ വചനം പഠിപ്പിക്കാൻ നേരത്തെ കർത്താവ് എന്നോട് പറയും 10 കൽപ്പന നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിലൊന്ന് പഠിക്കാം. പോയി ഇംഗ്ലീഷ് ബൈബിൾ എടുത്തുകൊണ്ട് വന്നപ്പം എന്നെ ഷോക്കാക്കിയൊരു കാര്യം, മാത്യു ചാപ്റ്റർ 6 ഈ ടൈറ്റിൽസ് വെച്ച് NIV KJV കൊടുത്തിരിക്കുന്നു. അപ്പം അതിനകത്ത് ഡു നോട്ട് മർഡർ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് കുറേ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി, അതാണോ കൊലപാതകം? അയ്യോ കർത്താവ്, ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. നിങ്ങളാരും കൊന്നിട്ടില്ല, കുഴപ്പമില്ല, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ പോകും. പക്ഷേ ഞാൻ പെട്ടെന്ന് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് കർത്താവിന് ഉറപ്പുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, മോളെ നീ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ടെന്ന്. എന്തോ കൊലപാതകം? വാട്ട് ഈസ് മർഡർ? According to the gospel or according to Jesus' heart, what is murder? കൂട്ടുകാരനെ നിസാരാന്ന് വിളിച്ചാൽ, if you hurt somebody with your words, you have killed someone. ഇന്ന് സഭയ്ക്കുള്ളിൽ ഒത്തിരി കൊലപാതകന്മാരുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ മിനിസ്റ്റർ ചെയ്യുന്ന യൂത്തിൻ്റെ ഇടയ്ക്കാണ്. When I talk with the youths, you know what is the main thing they say? They don't want to come to church because the older people used to judge them. The young people doesn't want to come to church. റീസൺ എന്താ? പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒരു കുഴപ്പമുണ്ട്, കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ഒന്ന് തോണ്ടിയിട്ട് പോകാൻ തോന്നും. ഞാൻ തുറന്നു പറയാം, ഐ ആം ബീങ് ട്രാൻസ്പെറൻറ്റ്, ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. ഞാനിവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോകും കേട്ടോ. പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവരെ വാക്കുകൊണ്ടങ്ങ് ഹേർട്ട് ചെയ്യും. എന്തുവാ വാക്കുകൊണ്ട് ഹേർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണോ ബന്ധുക്കോസുകാർ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെയൊന്നും സഭയ്ക്കുള്ളിൽ പറ്റത്തില്ല. അവരോട് സ്നേഹത്തിൽ പറയുന്നതിന് പകരം എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ വാക്കുകൊണ്ട് അവരെ വേദനിപ്പിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ സഭയിൽ നിന്ന് പിന്മാറിപ്പോയത് കാരണമായി തീർന്നിട്ടുണ്ടെന്നറിയോ? പിന്മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വാക്കുകൊണ്ട് കൊല്ലുക, അവരുടെ ആത്മീയത കെടുത്തിക്കളയുക. വാക്കുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയോ? അവരുടെ ആത്മാവ്, അവർ പറയും എനിക്ക് കർത്താവിനെ വേണ്ട, ഞാൻ സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലീഷ് ചർച്ചിൽ പൊക്കോളാന്ന് പറയും. പക്ഷെ അവർക്ക് പിന്നെ ബിബിളിക്കൽ ടീച്ചിങ് കിട്ടുന്നില്ല പ്രോപ്പറായിട്ട്. ബിക്കോസ് ഞാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഐ നോ. പക്ഷെ നിങ്ങൾ കറക്റ്റ് ചെയ്യരുതെന്നല്ല അതിൻ്റെ അർത്ഥം. യു ഹാവ് ടു കറക്റ്റ് ദം, ബട്ട് കറക്റ്റ് ദം ഇൻ ലവ്.
മോളെ എന്തുവാ പ്രശ്നം, മോൾ അങ്ങനെ ചെയ്യാൻ എന്താ കാരണം, ആൻറ്റിയോട് പറ, അങ്കിളിനോട് പറ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. ഒന്ന് നിങ്ങൾ അവരോട് 10 മിനിറ്റ് സംസാരിച്ചു നോക്കി, അവർ നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവും. എന്നോട് പല യൂത്തും പറയുന്ന കാര്യം, ആൻറ്റി ഐ നീഡ് ഹെൽപ്പ്, ഞാനൊരു സ്ട്രഗിളില്ല, ഞാനൊരു സിന്നിനകത്ത് പെട്ടുപോയേക്കുക. ബട്ട് ദ പ്രോബ്ലം ഈസ് ലൈക്ക് ഐ കനോട്ട് ഗോ ടു മൈ പാസ്റ്റർ ആൻറ്റി ഓർ ദ ഓൾഡർ പീപ്പിൾ ഇൻ ദ ചർച്ച് ബിക്കോസ് ഐ എം സ്കെയർഡ് ദേ വിൽ ജഡ്ജ് us. അയ്യോ ഇത്രയും വലിയ പാപം ചെയ്തിട്ടാണോ നീ വന്നിരിക്കുന്നേ? അയ്യോ ഞങ്ങളൊന്നും അങ്ങനെ. ഫോൺ അഡിക്ഷൻ. ഇപ്പം നമ്മൾ പറയും പിള്ളേർ അവരെപ്പോഴും ഫോണിനകത്താണ്. അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നിങ്ങളും ഫോണിനകത്താണ്. നമ്മൾ അവരെ അങ്ങോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യണം, നമ്മൾ ഇതിനൊക്കെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ വേറെ രീതിയിലാന്നേ ഉള്ളൂ, വേറെ ഫോമിലാന്നേ ഉള്ളൂ. ഞാനും ഇങ്ങനെയായിരുന്നു. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞ് ഐ എം ഫോളോയിങ് എവറിത്തിങ് റൈറ്റ്. കർത്താവ് പറഞ്ഞില്ല മോളെ, ഒന്നാമത്തെ കൽപ്പന തൊട്ട് അങ്ങോട്ട് പഠിപ്പിച്ചപ്പോഴറിയുന്നത് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. അതിനകത്ത് പറഞ്ഞ കൊല ചെയ്തിട്ടില്ലെന്ന്. ഞാൻ പിന്നെയാണ് മനസ്സിലായി, ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട് എൻ്റെ വാക്കുകൊണ്ട്. വാക്ക് വാളാ, കൊല്ലാൻ പറ്റും. ചിന്തിക്കണം അപ്പം എത്ര പേരെ കൊന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. നമ്മളവർക്ക് നമ്മുടെ വാക്കുകൊണ്ട് ആരും മുറിപ്പെടുന്നില്ലെന്ന്. മുറിപ്പെടുന്നുണ്ട്. വീടിനകത്ത് മുറിപ്പെടുന്നുണ്ട്, ജോലിയിൽ മുറിപ്പെടുന്നുണ്ട്, സഭയ്ക്കുള്ളിൽ മുറിപ്പെടുന്നുണ്ട്. ആൻഡ് വി ടേക്ക് ഇറ്റ് സോ ലൈറ്റ്. നമ്മൾ പറഞ്ഞു ഞാൻ ദൈവമായിട്ട് തീർത്തോളാമെന്ന്. ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ ഹൃദയം ദൈവത്തിനറിയാം. കർത്താവ് പറഞ്ഞ് എനിക്ക് ശരിക്കും അറിയാം, അതുകൊണ്ട് പഠിപ്പിച്ചു തരാമെന്ന്. എല്ലാ ദുഷ്ടതയും, ആദ്യത്തെ വാക്ക് ദുഷ്ടത, ചതിവ്. നമ്മൾ ചതിക്കാറുണ്ടോ ആരെങ്കിലും? നമ്മൾ എന്തിനാ ചതി എന്ന് പറഞ്ഞേ? നിങ്ങൾ ആരെയാ ചതിയെന്ന് ആരെയാ വിളിക്കുന്നേ? ആരെയാ ചതിയെന്ന് വിളിക്കുന്നേ? വാക്ക് പറഞ്ഞിട്ട് പറ അങ്ങളെ, ധൈര്യമായിട്ട് പറ. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവരെ ചതി. ഞാനപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ദൈവമേ. അപ്പോൾ പരിശുദ്ധാത്മാ സ്നേഹത്തിൽ പറഞ്ഞു, യെസ്, നീ നോക്കുമ്പോൾ നീ ആരെയും ചതിച്ചിട്ടില്ല, പക്ഷെ നീ ചതിച്ചത് എന്നെയാണ്. കർത്താവിനെ ചതിക്കുന്നവനെ കർത്താവ് വിളിക്കുന്ന ചതിയെന്ന. എങ്ങനെ കർത്താവിനെ ചതിച്ചേ? കർത്താവേ മോളെ നീ ഓർക്കുന്നുണ്ടോ, നീ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പം ദൈവദാസനൊരു വാക്ക് പറഞ്ഞായിരുന്നു. ആരെങ്കിലും കേൾക്കാറുണ്ടോ? കാരണം വെള്ളം തൂക്കുന്ന ധൃതിയിൽ ഇത് പകുതി പേര് കേൾക്കാറില്ല. ഞാൻ എല്ലാ പാസ്റ്റർമാരോടും പറയുന്നൊരു കാര്യം, സ്നാനപ്പെടുത്തിയ 2 മിനിറ്റ് അവിടെ നിർത്തി അത് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് കയറ്റി വിടണമെന്ന്. എന്താ വാക്ക് പറഞ്ഞെന്നറിയാവോ? മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം. ഈ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്തുവാ? വാക്ക് പാലിക്കുന്നതാ. എന്നോട് കർത്താവ് ചോദിച്ചു, ആർ യു ഫെയ്ത്ത്ഫുൾ ടു മീ? പ്രാർത്ഥനയിൽ വിശ്വസ്തയാണോ? വചനധ്യാനത്തിൽ വിശ്വസ്തയാണോ? കൽപ്പന അനുസരിക്കുന്ന വിശ്വസ്തയാണോ? ഞാൻ പറഞ്ഞു അല്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, തോന്നുമ്പോൾ ബൈബിൾ വായിക്കും. വെൻ എവറിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത് ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് ദ ബൈബിൾ. ഐ ഡോണ്ട് വാണ്ട് ഗോഡ്. അല്ലേ? വെൻ എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്, ജോളിയല്ലേ, എല്ലാം ഉണ്ട്. വൈ ഷുഡ് ഐ നീഡ് ഗോഡ്? വെൻ ട്രബിൾ കംസ് ഐ വിൽ റൺ ടു ഹിസ് പ്രസൻസ്. ഗോഡ് ഐ നീഡ് യുവർ ഹെൽപ്പ്. ദൈവം എന്നോട് പറഞ്ഞു, യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. അപ്പം ഞാൻ ആരെയാ ചതിച്ചത്? അപ്പം എത്ര ചതിയന്മാർ ഇതിനകത്തിരിപ്പുണ്ട്? പ്രാർത്ഥനയിൽ വാക്ക് പാലിക്കാറുണ്ടോ? ജോലി കിട്ടുന്നതിന് മുമ്പൊക്കെ എത്ര വാക്ക് കർത്താവിന് കൊടുത്ത്, കർത്താവേ UK വിസ തന്ന് UK ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ പൊക്കോളാം. ആദ്യം കിട്ടുന്ന സാലറി മൊത്തം, ദൈവമേ പാസ്റ്റർ എല്ലാവരും എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നു കേട്ടോ, കർത്താവേ എനിക്ക് പ്രസംഗിക്കാനുള്ള കൃപ തരണേ. ഓക്കെ, ആദ്യത്തെ സാലറി ആർക്ക് കൊടുത്തോളാം? ഉറക്കെ പറ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലരൊക്കെ ഇന്നത്തെ നേർന്നവരുണ്ടെന്ന്. ആദ്യത്തെ സാലറി മൊത്തം കർത്താവിൻ്റെ വേലയ്ക്കാ. ഇവിടെ വന്ന് ആദ്യത്തെ സാലറി ആദ്യമായിട്ട് കൈ കിട്ടിയപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ. എൻ്റെ കർത്താവേ, 3 കർത്താവിന് കൊടുക്കണോ? 10-1 പറഞ്ഞേ? അത് മതി കർത്താവ്, ഈ പ്രാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും, അടുത്ത മാസം മൊത്തം തന്നേക്കാം. അടുത്ത മാസം നോക്കിയപ്പം ഒരു കാറൊക്കെ കണ്ടു വെച്ചേക്കുക, ഒരു വീടിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അപ്പോൾ കർത്താവ് അടുത്ത മാസം. അങ്ങനെ ഇപ്പോൾ കുറേ മാസവും കഴിഞ്ഞു, വർഷവും കഴിഞ്ഞു. പേര് ചതിയെന്നാണ് കേട്ടോ. എല്ലാ ചതിയന്മാരും മാനസാന്തരപ്പെട്ടോണം. ചതിയന്മാരെന്ന് പറയുമ്പം നമ്മളും ഉണ്ടേ. അതിന് മലയാളത്തിൽ ചതിച്ചിന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും എല്ലാവരും മാനസാന്തരപ്പെട്ടോണം. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കതറിയാം. ഓക്കെ, വാക്ക് തന്നിട്ട് പാലിക്കാത്തവരെ ചതിയെന്ന് വിളിക്കുന്നത്. പിന്നെന്തോ അടുത്ത്? 3ാമത്തെ ഭർത്താവിൻ്റെ പേര് വ്യാജഭാവം. അയ്യോ, ഞാൻ പറയും പെന്തുക്കോസുകാർ അതിനകത്ത് മാസ്റ്റേഴ്സാ, PhD. നമ്മളെല്ലാം കാണിക്കുന്നത് എന്താണെന്നറിയോ? വ്യാജഭാവം ഇല്ലാത്തവരൊന്ന് കൈവയ്ക്കുക. ഞാൻ സിംറ്റംസ് പറയാം, ഉണ്ടെങ്കിൽ മാറിക്കോണം. എന്തൊക്കെയാണ് വ്യാജഭാവം? നമുക്ക് ചിലരോട് ഫൊർഗീവ്നെസ് ഇല്ല. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
ഇന്ന് പാട്ട് ലീഡ് ചെയ്തപ്പോഴൊക്കെ അതൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അതൊക്കെ സഭയ്ക്കുള്ളിൽ പറയണമെന്ന്. കർത്താവ് നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്തു? ക്ഷമിച്ചു തന്നു. കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ നമ്മൾ ദൈവസന്നിധി ചെന്ന് കരയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉണ്ട്, കർത്താവ് 100% എനിക്ക് എന്ത് ചെയ്തോണം. ഇപ്പം കർത്തൃമേശയുണ്ട്, നമ്മൾ എടുക്കാൻ പോവാ. അതിന് തൊട്ട് മുമ്പ് ദൈവദാസൻ പറയും, ദൈവത്തോടും മനുഷ്യരോടും, ഒന്നുകൂടെ പറഞ്ഞ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി. നമ്മൾ പറയും, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിനറിയും, ഞാനും ദൈവമായിട്ട്, എല്ലാ പെന്തക്കോസ്തരും പറഞ്ഞ വാക്കല്ലേ, ഞാൻ ദൈവവുമായിട്ട് എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിനറിയാം. അത് കർത്താവിനറിയാവുന്നതുകൊണ്ടാണ് കുഴപ്പം. ഇല്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. കർത്താവിനറിയാം. കർത്താവ് പറയും, മോളെ മനുഷ്യരുമായിട്ട് കുറ്റമറ്റ മനസാക്ഷി ഇല്ല കേട്ടോ, ദൈവമായിട്ട് മാത്രമേ പറ കുറ്റമറ്റ മനസാക്ഷിയുള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ വിചാരം ഞാനും ദൈവവുമായിട്ട് ഭയങ്കര ബന്ധമാണെന്നാ. പക്ഷെ മനുഷ്യരോട് ഏറ്റു പറയാതെ ദൈവസന്നിധി വന്ന് ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമ തരുന്നില്ല. നമ്മുടെ വിചാരം നമ്മളെല്ലാം ഫൊർഗീവ്നെസ് കിട്ടിയവരാണെന്നാ. എന്നെ അന്ന് ആദ്യമായി പരിശുദ്ധാത്മാവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. 10 കൽപ്പന, പുറപ്പാട് 21 ഇതും കൂടെ ഒരുമിച്ചിരുത്തി അങ്ങോട്ട് പഠിപ്പിച്ചപ്പം ഈ വ്യാജഭാവത്തിൻ്റെ ഒരു കൂട്ടുണ്ട്. വ്യാജഭാവം എവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞാൽ അൺഫോർഗിവ്നെസ്സിൽ നിന്നാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് അൺഫോർഗിവ്നെസ് ഉണ്ടെന്ന്. എനിക്ക് അൺഫോർഗിവ്നെസ് ഉണ്ടായിരുന്നെന്ന് അന്നാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. വാട്ട് ഈസ് അൺഫോർഗിവ്നെസ്? ക്ഷമിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ക്ഷമ കൊടുക്കാൻ? ക്ഷമ ചോദിക്കാൻ നമുക്ക് എളുപ്പമാണ്, ക്ഷമ കൊടുക്കാൻ കണ്ട ആരും മിണ്ടുന്നില്ല. പ്രയാസമാ, സത്യം അങ്കിളെ. താങ്ക് യു അങ്കിളെ, ബി ഓണസ്റ്റ്, താങ്ക് യു. ക്ഷമ ചോദിക്കാൻ എളുപ്പം. ഇപ്പം എനിക്ക് എന്താ എളുപ്പം? ഒരു സോറി പറഞ്ഞാൽ പോരെ. പക്ഷെ ക്ഷമ കൊടുക്കാൻ പാടാ. ക്ഷമ കൊടുക്കാൻ പാടാ. എന്തുകൊണ്ടാ? അവരെന്നോട് പറഞ്ഞത്, അവരെന്നോട് ചെയ്തത് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ഷമ കൊടുക്കാൻ പറ്റത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, പോയി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയൊന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത് 4 വയസ്സ് തൊട്ട്. അതുകൊണ്ട് എനിക്ക് ആ പ്രാർത്ഥന കാണാപ്പാടം അറിയാം. പിന്നെ നമ്മൾ ഓർത്തഡോക്സോ യാക്കോബയോ CSIയോ മർത്തോമയാണെങ്കിൽ പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയണ്ടല്ലോ. നമ്മൾ 24 മണിക്കൂർ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടല്ലേ നടക്കുന്നതാ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാം അറിയാം. അതിനകത്തൊരു വാക്ക് ആദ്യമായിട്ട് ഞാൻ കാണുക. ഈ ധൃതി പിടിച്ച് 10 വട്ടമൊക്കെ വായിക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എല്ലാ വാക്കും ഒന്നും പറയത്തില്ല. അതിനകത്ത് ഒരു വാക്ക് കിടക്കുക, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഉറക്കെ പോലെ. ആ പോലെയുടെ അടി വരയിടാൻ പറഞ്ഞു കർത്താവ്. എന്നിട്ട് അങ്ങോട്ട് സർക്കിൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ സർക്കിൾ ചെയ്തിട്ട് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ. ഒന്നുകൂടെ വായിച്ചപ്പോഴാ, അയ്യോ ഇങ്ങനൊരു സീക്രട്ട് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നോ. അത് ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെൻറ്റാ. അതൊരു സ്റ്റേറ്റ്മെൻറ്റാ. എന്തോ സ്റ്റേറ്റ്മെൻ്റ് എന്നറിയോ? എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ പാപം എനിക്ക് ക്ഷമിച്ച് തന്നാൽ മതിയെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഒരു ബുദ്ധി. കർത്താവ് അവിടെ നമ്മളെ കൊടുക്കും. കർത്താവ് പറയും, മക്കളെ നിങ്ങൾ ആ പ്രാർത്ഥന ചോദിച്ചു നോക്കില്ല, ഇതൊരു അപേക്ഷയായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആക്ച്വലി യു ആർ ടെല്ലിങ് എ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ പാപം എന്നോട് ക്ഷമിച്ചാൽ മതിയെന്ന്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, എനിക്കിപ്പോൾ ഇവിടെ ഒരാളോട് പ്രശ്നമുണ്ട്. ഇപ്പോൾ അങ്കിൾ നല്ല ജോളിയാണ്, എനിക്ക് അങ്കിളിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്കിളിനോട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, അങ്കിൾ എല്ലാം ഓപ്പണായിട്ട് പറയുന്നുണ്ട്. എനിക്കെല്ലാം ഓപ്പണായിട്ട് പറയുന്നവർ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം അങ്കിളുമായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. അങ്കിൾ വന്ന് എന്നോട് സോറി പറഞ്ഞു, മോളെ ഐ എം സോറി, എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ മോളെ ഒന്ന് കറക്റ്റ് ചെയ്തതാ. ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഒരു കുഴപ്പമില്ല, സാരമില്ല. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ അപ്പം തന്നെ പറയും ഒരു കുഴപ്പമില്ല. പക്ഷെ ഉള്ളി ഭയങ്കര കുഴപ്പമാണ്. നമ്മളപ്പം തന്നെ വ്യാജഭാവത്തിൻ്റെ ആക്ടിങ് മാസ്ക് എടുത്തങ്ങിടും. അയ്യോ അങ്കിളെ ഒരു കുഴപ്പമില്ല, അങ്കിളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ അങ്കിളല്ല പിന്നെ ആരെ എന്നെ കറക്റ്റ് ചെയ്ത് തരുന്നത്. ഉള്ളിലാണെങ്കിൽ അങ്കിളിനെ ബോംബിട്ട് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. വീട്ടിൽ ചെന്നിട്ട് അതെല്ലാം കാണിക്കുകയും ചെയ്യും. പിന്നെ അവരാരെ എന്നെ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ, അല്ലേ, എന്നെ വന്നേക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങും. വ്യാജഭാവത്തിൻ്റെ ആദ്യത്തെ സൈൻ അതാ. എന്നിട്ട് എന്ത് ചെയ്യും? അങ്കിളിനോട് ക്ഷമ കൊടുക്കണം. അങ്കിൾ ക്ഷമ പറഞ്ഞ അങ്കിൾ പോയി, അങ്കിളിന് കർത്തൃമേശ പങ്കെടുക്കുക. ഇനി അടുത്ത ഞാൻ ക്ഷമ കൊടുക്കണം. ഞാൻ ദൈവസന്നിധി കർത്തൃമേശയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവെ കഴിഞ്ഞ ആഴ്ച എൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, ഇടപാടിൽ, പ്രവർത്തനം, നിരൂപണം, നോട്ട, ചിന്ത, ഭാവം, കൊടുക്കൽ വാങ്ങൽ വന്നുപോയ എല്ലാ പാവം എന്നോട്. നമ്മുടെ എന്തോ പ്രാർത്ഥനയാണ്. അതിൻ്റെ എന്തിൻ്റെങ്കിലും അർത്ഥം അറിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, അതങ്ങ് നമ്മൾ പെന്തുക്കോസാരങ്ങളോളം വെച്ച് പ്രാർത്ഥിക്കുന്ന രസമല്ല. ആ പ്രാർത്ഥന കേട്ടാൽ എന്തൊരു പ്രാസം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എല്ലാവരും പറയും അക്സമോടെ പ്രാർത്ഥനയൊക്കെ നല്ല രസമാണ്. പക്ഷെ എനിക്ക് പ്രാർത്ഥനയുടെ അർത്ഥമൊന്നും അറിയത്തില്ലായിരുന്നു. നല്ല രസമുള്ളതുകൊണ്ട് അങ്ങ് പഠിച്ചു പോയതാണ്.
അന്ന് കർത്താവിനോട് പറഞ്ഞു, ഇനി നിർത്തി മര്യാദയ്ക്ക് മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. അന്ന് തൊട്ടാ ഹൃദയം തട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാനിത് പറയുമ്പോൾ ആസാദിൽ എൻ്റെ ടെസ്റ്റിമണി കേട്ടവർ കാണും കേട്ടോ. അതിനൊരു രണ്ടാമത്തെ പാർട്ടുണ്ട്, അതാരും കേട്ടിട്ടില്ല, അതാർക്കും വേണ്ടെന്ന് താനും. കല്യാണം നടന്നതും ബാങ്ക് ലോൺ കിട്ടിയത് കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞാലേ വൈറലായ വ്യക്തിയാണ് ഞാൻ. അല്ല, ഇന്നത്തെ ന്യൂജൻ ഭാഷ അതല്ലേ, ഭയങ്കര ടെസ്റ്റിമണി ഭയങ്കര വൈറലായി. പക്ഷെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടുണ്ട്, അതിന് വെറും കുറച്ച് വ്യൂവേ ഉള്ളൂ, 13K. എന്തുകൊണ്ടാണെന്നറിയോ? അത് മാനസാന്തരപ്പെട്ട ടെസ്റ്റിമണി ആയിരുന്നു. അത് ആർക്കും വേണ്ട. മാനസാന്തരം ഇതെന്നാ ബോറാ, അതങ്ങ് മാറ്റും. മറ്റേതോ, അയ്യോ കൊച്ചിൻ്റെ കല്യാണം നടന്നു, ലോൺ കിട്ടിയോ, എനിക്ക് ആ ടെസ്റ്റിമണി കേട്ടപ്പോൾ ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എന്നെ അനുഗ്രഹിക്കപ്പെടുത്തിയത്. കല്യാണം നടത്തിയത് കൊണ്ടും ലോൺ അടച്ചത് കൊണ്ടും നിത്യത കിട്ടുമോ? അത് ഇവിടെ ജീവിക്കാം. നിത്യതയെ പോണേ മാനസാന്തരപ്പെടണമെന്ന്. അന്നാ കണ്ണു തുറന്നത്, അന്നാ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടത്. 2018 അമേരിക്കയെ കൊണ്ട് മാനസാന്തരപ്പെടുത്തിയപ്പോൾ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവിനോട് പറഞ്ഞു ക്ഷമ കൊടുക്കാൻ പാടാ. ഞാൻ പറഞ്ഞു ക്ഷമ കൊടുക്കാൻ പാടാ. ഇപ്പം അങ്കിളിന് ക്ഷമ കൊടുക്കണം. ഞാൻ പറയുക 10% ഞാൻ അങ്കിളിനോട് ക്ഷമിക്കുന്നുള്ളൂ. 10% ക്ഷമിച്ചതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഞാൻ കർത്തൃമേശ എടുക്കാൻ വരുമ്പോൾ പ്രാർത്ഥിക്കുക. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞാൻ കർത്തൃമേശ എടുക്കാൻ പോവാ, എൻ്റെ എല്ലാ പാപവും എന്നോട് ക്ഷമിക്കണം. അപ്പം കർത്താവ് വെയിറ്റ്, ഞാൻ നോക്കട്ടെ നീ എത്ര പേരോട് ക്ഷമിച്ചെന്ന്. അപ്പോഴാണ് അങ്കിളിൻ്റെ പേര് വരുന്നത്. കുറേ പേരുണ്ടല്ലോ ലിസ്റ്റിൽ ഓൾറെഡി തന്നെ. ഞായറാഴ്ച തിങ്കൾ തൊട്ട് വെള്ളി വരെ ഭർത്താവുണ്ട്, അമ്മായിമ്മയുണ്ട്, അമ്മായിപ്പ എല്ലാവരുമായിട്ട് വഴക്കാണല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമല്ലോ അല്ലേ? ജോലി കാണും, മക്കളോട് കാണും, ഇതൊക്കെ ഉണ്ട്, ലിസ്റ്റ് ഇങ്ങനെ കിടക്കും. അപ്പോഴാണ് അങ്കിളുടെ കാര്യം കർത്താവ് ഓർത്ത്, ഓക്കെ ഇന്ന് അങ്കിളുടെ കാര്യം അമ്മായിമ്മയുടെ കാര്യം ഒക്കെ ഉണ്ട്, വരുവാ. അപ്പോൾ വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ദൈവമേ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ കർത്താവ് വെയിറ്റ്, നീ എത്ര അങ്കിളിനോട് ക്ഷമിച്ചെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ 10%. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ പാപം ഞാനും 10%. അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥന? എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ വല്ലോ ദുരുപദേശം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഉള്ള കാര്യമാണ്. അന്നാ എനിക്ക് മനസ്സിലായത് അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന്. 10% ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് മേളിൽ നിന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് കുറവൊക്കെ ഏറ്റു പറഞ്ഞ് പാസ്റ്റർ ഇവിടെ കർത്തൃമേശ എന്ന് പറയുമ്പോഴല്ലേ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് ശരിക്കും എത്ര ശതമാനം എനിക്ക് ക്ഷമിച്ച് തന്നിരിക്കുന്നത്? 10%. പക്ഷെ നമ്മളിതറിയാതെ നമ്മൾ 100% അങ്ങ് നമ്മളാക്കിയെടുത്തിട്ട് എന്ത് ചെയ്യും? മേശയിൽ നിന്ന് കഴിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഹേതുവായി അയോഗ്യമായി അപ്പത്തിൽ നിന്ന് കഴിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരാകും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും. യെസ്, പക്ഷെ നമ്മൾ കർത്തൃമേശ ലൈറ്റായിട്ട് കാണാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കണ്ടൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് പറയുന്നേ. കാരണം ചർച്ചിനകത്ത് പൊളിറ്റിക്സ് കളിക്കുന്നവരും ചർച്ചിനകത്ത് അടി ഉണ്ടാക്കുന്നവരും ഇത് കഴിക്കുന്നുണ്ട്, അവർക്കാർക്കും ഒരു കുഴപ്പമില്ലെന്ന് ഞാനും ചിന്തിച്ചു. അപ്പം ഞാനും ഓർത്ത് എൻ്റെ പാപമൊക്കെ കർത്താവ് എന്ത് ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലായതല്ല, ഇത് സീരിയസാ. ഇപ്പം ശിക്ഷാവിധി ഒന്നും കിട്ടത്തില്ല, പക്ഷെ പിന്നത്തേതിനുള്ള ശിക്ഷാവിധി ഞാൻ തിന്ന് നമ്മൾ പറഞ്ഞാൽ രജിസ്റ്ററിൽ ഓരോന്ന് എഴുതി ഇട്ടേക്കുക, പിന്നെ പ്രാപിക്കാനുള്ളതെല്ലാവേ ഒറ്റയടിക്കായിരിക്കും ഇത് കിട്ടുന്നത്. ചിലപ്പോൾ പതുക്കെ കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് ഓർമ്മ വേണം, സൂക്ഷിച്ച് വേണം ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ, കഴിക്കാനും കുടിക്കാനും. സത്യം, തനിക്ക് തന്നെ ശിക്ഷാവിധി. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടൊരു പോയിസം വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞ് നിങ്ങൾ കഴിക്കുമോ? നിങ്ങൾക്കറിയാം നിങ്ങൾ തട്ടിപ്പോകുന്നല്ലേ, അറിയാവേ. പക്ഷെ ഇത് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കഴിക്കുക, ക്രമീകരണം പ്രാപിച്ചിട്ടില്ലെന്നറിയാം. അപ്പം ഈ അൺഫോർഗിവ്നെസ് ഉണ്ട്. ഇപ്പം എനിക്ക് അങ്കിളിനോട് 10% ഞാൻ ക്ഷമിച്ചിട്ടുള്ളൂ. ക്ഷമിച്ചെന്നുള്ളതിൻ്റെ തെളിവ് എന്തുവാ? ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്നെ ഒന്ന് പഠിപ്പിക്കുക ഫോർഗിവ്നെസ് എന്തുവാന്ന്. അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്, അങ്കിൾ എന്നോട് സോറി പറഞ്ഞപ്പോൾ ഞാൻ അങ്കിളിന് 10% ക്ഷമ കൊടുത്തുള്ളൂ. പൂർണ്ണമായി കൊടുത്തില്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നറിയോ? ആരാധനയെ കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ അങ്കിൾ എന്നെ വിളിക്കുക, മോളെ ഞാൻ വീട് വരെ ഒന്ന് വരുവാ, എനിക്ക് മോളുമായിട്ട് കുറച്ച് സമയം തരിക, വീട്ടിലെല്ലാവരും ഒന്ന് കാണാൻ വരുവാ. അപ്പം ഞാൻ ഓക്കെ അങ്കിൾ, അതിനെന്താ, വരുന്നതിനെന്താ. ഫോൺ അങ്ങോട്ട് വെച്ച ഉടനെ ഹസ്ബൻഡിനോട്, അങ്കിൾ വരുന്നുണ്ട്, എനിക്കാണ് അങ്കിളിന് ഇഷ്ടമല്ല, ഇനി ചായ ഉണ്ടാക്കണം, പരിപ്പോടെ ഉണ്ടാക്കണം, ഇതൊക്കെ സന്തോഷത്തോടെയാണോ ഉണ്ടാക്കുന്നത്? അല്ല, എന്നെ എന്നാലും അങ്ങനെ പറഞ്ഞ അങ്കിളല്ലേ. മനസ്സിനകത്ത് ഇത് നല്ല ദേഷ്യത്തിൽ കിടക്കുക. ഭർത്താവിനോട് 10 മിനിറ്റ് കുറ്റം പറഞ്ഞിട്ട് അങ്കിൾ ഡോറിൻ്റെ അവിടെ വരുമ്പോൾ തുറക്കുന്ന ഒരു അക്സയുണ്ട്. തുറക്കുമ്പോൾ എന്നാ അഭിനയ, അയ്യോ അങ്കിളെ കയറി വാ, ചിരിയാ, അങ്കിൾ കയറി വാ, സോഫയിൽ ഇരിക്കുക, അങ്കിൾ എന്തോ ചായ വേണോ, നാരങ്ങ വെള്ളം വേണോ, ജ്യൂസ് വേണോ, എന്താ വേണ്ടേ? അപ്പോഴത്തേനും അങ്കിൾ വിചാരിക്കും, അയ്യോ നല്ല കൊച്ച് അല്ലേ, എന്നോട് ഭയങ്കര
സ്നേഹം. അങ്കിള് വീട്ടിൽ ചെന്ന് പറയും, അയ്യോ ആ കൊച്ചു എന്തോ അല്ലോ, ഞാൻ അത്രയും വഴക്ക് പറഞ്ഞിട്ട് അതിന് ഭയങ്കര സ്നേഹമാണ്. അങ്കിള് പാവം, അങ്കിൾ അറിയുന്നില്ല ഞാൻ ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉള്ളിലെന്തുവാ പറഞ്ഞ വാക്കുകളൊക്കെയാ. പക്ഷെ ഭയങ്കര അഭിനയം. ഇതിനെ വ്യാജഭാവം എന്ന് വിളിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. അന്ന് അറിഞ്ഞത് വ്യാജഭാവം ഉണ്ടെന്ന്. അപ്പോഴാണ് മനസ്സിലായ പകുതി പേരോടും കാണിച്ചുകൊണ്ടിരുന്നത് എന്തുവായിരുന്നു. പറ, വ്യാജഭാവ. കർത്താവ് പറയാ പോകത്തില്ലെന്ന് കർത്താൻ്റെ വരവെങ്കിൽ എന്നോട്. അടുത്തത് അസൂയ ഉണ്ടോ നമുക്ക്? ഇല്ല. സത്യം. അയ്യോ പെന്തുക്കോസാർക്ക് അതെന്താന്ന് പോലും അറിയില്ല. ഞാൻ ഡെഫിനേഷൻ പറഞ്ഞുതരാം. മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ ചെറിയൊരു വിഷമം, അതിന് അസൂയ എന്ന് പറയുന്നത്. ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത ആൾക്ക് ജോലി കിട്ടി. ചിരിച്ച് കൺഗ്രാജുലേഷൻസ് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ, എന്നാലും എനിക്ക് തരുന്നതിന് മുമ്പ് അവൾക്ക് കിട്ടിയല്ലോ, അതൊരു വിഷമം. പിന്നെ ഇത് വിഷമം ആരുടെ സന്നിധിയിലാണ് കാണിക്കുന്നത്? കർത്താവിൻ്റെ അടുക്കൽ. ഞാൻ ഇത്രയും നാൾ പൂജിച്ചിട്ട്, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം എന്ത് തന്നില്ല, അവർക്ക് കൊടുത്തു. അത് അസൂയ. അറിയത്തില്ലെങ്കിൽ ഇന്ന് ഡെഫിനേഷൻ പഠിച്ചോണേ, എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ വിഷമമൊക്കെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോ എന്തുവാ അസൂയുണ്ട്. മാനസാന്തരപ്പെട്ടോണം. ഇനി ലാസ്റ്റ് ഒരെണ്ണം പെട്ടെന്ന് പറഞ്ഞിട്ട് വചനം വേറെ വരുന്നു, പക്ഷെ ഇതെന്നെ പറയാൻ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക. അടുത്തത് എന്താണെന്നറിയോ? എല്ലാം നുണയും. നമ്മൾ നുണ പറയുവോ? ഇല്ല, സത്യം. നുണ എന്താന്ന് പോലും അറിയില്ല. പറഞ്ഞു തരാം. നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും. നുണ പറയത്തൊന്നുമില്ല. നമ്മൾ എന്തോത്തിനാ നുണ പറയുന്നേ? നുണ പാടത്തേ ഉള്ളൂ. ആദ്യത്തെ നുണ, അങ്ങേക്കാൾ ഉറക്കെ പാടാവുന്ന വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. കർത്താവിനേക്കാൾ വേറെ ഒന്നിനെ നിങ്ങൾ സ്നേഹിക്കാറില്ലേ? നമ്മൾ ആദ്യം സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ തന്നെ. താങ്ക് യു, വെരി ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞേ ഉള്ളൂ അങ്കിളുമാരെ നിങ്ങൾ കേട്ടോ, ഭർത്താക്കന്മാരെ. ചുമ്മാതാ എൻ്റെ പ്രാണനേക്കാൾ എൻ്റെ അച്ചാച്ചനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വെറുതെയാ, ചുമ്മാതാ. ആദ്യം ഇഷ്ടം ആരെയാ? അല്ലേ? സത്യമല്ലേ? എനിക്ക് ആദ്യം ഇഷ്ടം എന്നെയാ. രണ്ടാമതോ? പറ. ഭർത്താവ്, മക്കള്. കർത്താവിനേക്കാൾ അധികം സ്നേഹിക്കത്തില്ലെന്നും നമ്മൾ പാടരുത്. നമ്മൾ ഏറ്റവും അവസാന കർത്താവ്. അത് കഴിഞ്ഞ് എന്തുവാ? ജോലി. എങ്ങനെ അറിയുന്ന കർത്താവിനേക്കാൾ അധികം ഇതിനെ ഒന്നും സ്നേഹിക്കുന്നില്ലെന്ന്? ആ വിഷയത്തെ തൊടുമ്പോൾ അറിയാം സ്നേഹമുണ്ടോ ഇല്ലയോ. ഇപ്പൊ ഭർത്താവും ഇല്ല, മക്കളെക്കാൾ സ്നേഹം ജോലിയോടാ. എങ്ങനെ അറിയാം? ജോലി പോയാൽ ഇനി കർത്താവ് ചോദിക്കും, മോനെ ജോലി വിട്ട് എൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ജോലി വിടുവോ? അയ്യോ കർത്താവേ, UK വന്നതേ പണിയെടുക്കാനാ. ജോലിയൊന്നും വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കർത്താവ് ചിലത് പിരിഞ്ഞിറങ്ങാൻ പറഞ്ഞാൽ, ഇഫ് ഗാഡ് ഈസ് ആസ്കിങ് യു ടു ലീവ് എവറിത്തിങ് ആൻഡ് ഡു ഹിസ് മിനിസ്ട്രി, ഇഫ് യു ആർ ഏബിൾ ടു, പൂർണ്ണ മനസ്സോടെ അത് വിട്ടുകൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ നോണ പാടുന്നത്. ഒത്തിരി പാട്ടുണ്ട് കേട്ടോ പാസ്റ്ററെ, എന്നെ മാനസാന്തരപ്പെടുത്തിയതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ പിന്നെ പോയി അഡപ്പ് ചെയ്താൽ മതി. നുണയാണോ പാടുന്നതെന്ന് ഓർത്തിട്ട് വേണം ഇവിടെ നിന്ന് പാടാൻ. അടുത്ത പാട്ട് എന്താണെന്നറിയോ? കഷ്ടത വരുമ്പോൾ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ. ഈ പാട്ട് ഇവിടെ ടോൾവർത്തുകാർക്ക് അറിയത്തില്ലേ? എന്നാ ഹിറ്റ് പാട്ടാണെന്നറിയോ? കഷ്ടത വരുമ്പോൾ എല്ലാം നമ്മൾ പാടുന്ന പാട്ടാണ്. അത് രസമാണ്, ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ഏറ്റവും വലിയ നുണയുമാണ്. പറ. ആ പാട്ട് എഴുതിയ ആൾ ചിലപ്പം സത്യസന്ധമായിട്ട് എഴുതിയിരിക്കുന്നു കേട്ടോ. ഞാൻ ആ വ്യക്തി ഒന്നും പറയത്തില്ല, പാടുന്നവരായ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. അടുത്ത ലൈൻ വലിയ നുണയാ, ബെഡായി നുണയാ. പറ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ, നിങ്ങളാരും ചോദിക്കാത്തവരാണോ? പ്രശ്നം തുടങ്ങുന്ന അന്നേ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ എനിക്കിങ്ങനെ വന്നത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നു. അല്ലേ? നുണയല്ലേ? അല്ലേ? അതാ പറഞ്ഞേ നമ്മളൊക്കെ നുണയന്മാരാന്ന്. പിന്നെ അടുത്ത പാട്ട് വേണോ? വേണ്ടല്ലേ, മതി, ഇന്നത്തേക്കിനുള്ളത് മതി. പിന്നെ നീ മാത്രം മതി. പാട്. നീ മാത്രം മതി. എനിക്ക് എൻ്റെ അപ്പ അറിയാം ഓരോന്നിനെ അങ്ങോട്ട് കർത്താവൊന്ന് തൊട്ട് കാണിക്കണം. കർത്താവ് ചോദിക്കുക, ഭർത്താവ് ICU കിടക്കുമ്പോൾ നിനക്കിത് പാടാൻ പറ്റുമോ?
മക്കളെ ഓരോന്നിനെ പിടിച്ചാൽ നിനക്കിത് പാടാൻ പറ്റും. ഈ പാട്ടൊക്കെ ഓരോ ഭക്തന്മാർ, പണ്ട് എഴുതിയ ഭക്തന്മാരുണ്ടല്ലോ, അവരൊക്കെ എഴുതിയപ്പോൾ ചിലപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു പേര് ചിലപ്പോൾ തരിക്കും, MS സാമുവേൽ എന്ന് പറഞ്ഞൊരു ദേവദാസൻ്റെ പാട്ട് ഞാൻ കേട്ടു. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്, പിന്നെ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ ഞാൻ. അവരൊക്കെ പാടിയുണ്ടല്ലോ, അനുഭവത്തിൽ നിന്നും സത്യമായിട്ടും പാടിയതാ. ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ട അദ്ദേഹത്തിൻ്റെ 8 മക്കളും മരിച്ചു കിടക്കുമ്പം അദ്ദേഹം എഴുതിയ പാട്ടുകളുണ്ട്. നമ്മളൊക്കെ വിശ്വാസത്തിലെങ്കിലും കാണുമോ 8 എണ്ണം മരിച്ച? ഒരു കൊച്ചു പനി വന്ന് കിടക്കുമ്പോൾ അറിയാം നമ്മുടെ വിശ്വാസം എന്താന്ന്, ഇല്ലേ? നമ്മളെല്ലാ പാട്ടും പാടാൻ പറ്റുമോ? പറ്റത്തില്ല. നുണയാ പാടുന്നേ. എവിടെ നിന്നാ പാടുന്നേ? എവിടെ നിന്നാ പാടുന്നേ? ദൈവസന്നിധിയിൽ. സഭാപ്രസംഗി 5:1-7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ദൈവാലയത്തിലേക്ക് നീ പോകുമ്പോൾ നിന്റെ കാല് സൂക്ഷിക്കുക, മൂഢന്മാരെ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ഓർക്കണേ, എനിക്കിതിൻ്റെ ഒന്നും സീരിയസ്നെസ് അറിയില്ലായിരുന്നു. കാരണം ഈ വചനം ഒന്നും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അന്ന് തൊട്ട് വാക്ക് സൂക്ഷിക്കാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നു, നേർച്ച നേരുന്നത് എന്ത് ചെയ്യണം? കഴിക്കണം. നേരാതിരിക്കുന്നത് പാപമാകില്ല, നേർന്നാൽ നിവർത്തിക്കണം. നമ്മളെല്ലാത്തിനും നേർച്ച നേരുന്നവരാ അല്ലേ? കർത്താവെ ജോലി കിട്ടിയാൽ ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ബൂസ്റ്റോളാം. കർത്താവെ എനിക്കൊരു ഓഫ് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്തോളാം? തലമുറയ്ക്ക് വേണ്ടി ബൂസ്റ്റോളാം. പക്ഷെ ബൂസിക്കാറുണ്ടോ? ഓഫ് വരുന്ന അന്നായിരിക്കും കല്യാണം മുടക്കണോ, കല്യാണത്തിന് ഫുഡ് മുടക്കണോ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, അടുത്ത പ്രാവശ്യം ബൂസിക്കാം. ഞാനൊരു വലിയൊരു സത്യം പറയാം. പലരും എന്നെ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം എനിക്ക് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാ വഴിയും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഉപവസിച്ച് നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, 40 നോക്കി, 21 നോക്കി, എന്നിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ സീക്രട്ട്. മറഞ്ഞു കിടക്കുന്ന, നമ്മൾ പറയത്തില്ലേ, ഇതായിരുന്നു കാരണം. പല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം കണ്ടുപിടിക്കുന്നത്. അതിലൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പെന്തക്കോസ്തുകാർക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രാർത്ഥനയ്ക്ക് തടസ്സം വന്നാലും പ്രശ്നം വന്നാലും നമ്മൾ പറയുന്ന പേരാരെയാ കുറ്റം പറയുന്നത്? പിശാചിൻ്റെ പോരാട്ടം. എല്ലാം പിശാചിൻ്റെ പോരാട്ടം അല്ല കേട്ടോ. നോട്ട് എവറിത്തിങ് ഇസ് ഫ്രം സൈറ്റൻ. ദൈവം കൂടെ അനുവദിക്കണം നമ്മളെ പിശാച് പോരാടണമെങ്കിൽ. പക്ഷെ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ദൈവമാണ് നിങ്ങൾക്ക് തടസ്സമെങ്കിൽ ആ വഴി വേറെ ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ആ വാക്യം സഭാപ്രസംഗി 5:1-7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട്. ആ വാക്യം ഒന്ന് വായിക്കാമോ? മതി സിസ്റ്ററെ, അവിടെ ആര് നശിപ്പിക്കുന്നു എന്നാ പറയുന്നേ? ഒന്നുകൂടെ പറഞ്ഞേ. ദൈവം നിന്റെ പ്രവൃത്തിയെ നശിപ്പിക്കൂ. ഇങ്ങനൊരു വാക്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ആദ്യമായിട്ട് ഈ വാക്യം വായിച്ചപ്പോഴാണ് മനസ്സിലാവും, അയ്യോ, ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുമോ? നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി എന്തുവാ? നിങ്ങളുടെ ജോലിയാവാം അല്ലേ, അധ്വാന ഫലമാകാം, തലമുറ, എല്ലാം നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയാ. എൻ്റെ ക്വസ്റ്റ്യൻ, ദൈവം പറയുക നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ നശിപ്പിക്കൂന്ന്. എന്ത് നിമിത്തമാണെന്നറിയോ? നിന്നോടുള്ള ദേഷ്യം നിമിത്തമല്ല, നിന്റെ വാക്ക് നിമിത്തം. കർത്താവ് പറയാം, ഞാനിവിടെ അടങ്ങിയിരിക്കുക സ്വർഗത്തിൽ നിനക്ക് നന്മകൾ തരാൻ. അപ്പോഴാണ്ട് ഒരു നേർച്ചയൊക്കെ നേരുന്നു. എപ്പോഴാണെന്നറിയോ? ആണ്ടർദിയോഗത്തിന്. കർത്താവെ ഈ വർഷം ആയുസ്സും ആരോഗ്യം തന്നാ ഞാൻ ട്രാക്റ്റ് കൊടുത്തോളാം, ഞാൻ ബൈബിൾ മൊത്തം വായിച്ച് തീർത്തോളാം, ഞാൻ ഉപസിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. പിന്നെ നമ്മൾ മറന്നു. ജാനുവരിയിലൊക്കെ ഭയങ്കര ഉണർവായിരുന്നു. ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോൾ ഉണർവൊക്കെ പോയി. പിന്നെ ഇത് മറന്നുപോയി. ഇത് പിന്നെ മറന്നേ പോയി ആ നേർച്ച. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ട് ജോലിയിലൊരു പ്രശ്നം, ജോലി പോയി, അല്ലെങ്കിൽ വിസായ്ക്കൊരു പ്രശ്നം. കർത്താവ് അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ UK വന്നേ, അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വന്നു. ഇതെന്താ പ്രശ്നം? കർത്താവ് പറയാം, മോനെ നിന്റെ വാക്ക് നിമിത്തം എനിക്ക് ദേഷ്യം വന്നു. കാരണം നീ കാണുന്നതിനെല്ലാം എന്ത് ചെയ്യുക? നേർച്ച നേരുക. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? പാലിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദൈവഭയം ഉണ്ടോ? ശരിക്കും നമുക്ക് ദൈവഭയം ഉണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ വന്ന ആളല്ല, ഞാൻ എന്നെ പഠിപ്പിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. ശരിക്കും നമുക്ക് ദൈവഭയം ഉണ്ടോ? ഇല്ല.
നമുക്ക് ദൈവത്തെ ഭയമില്ല, പക്ഷെ നമുക്ക് പോലീസിനെ ഭയമുണ്ട്, കോർട്ടിനെ ഭയമുണ്ട്, ഇല്ലേ? കോടതി നിങ്ങളെ ഇപ്പോൾ ഡ്രൈവിങ്ങിന് ഇവിടുത്തെ എനിക്ക് ലോ അറിയത്തില്ല, മേ ബി തെറ്റായിരിക്കും. ഞാൻ US ഇത് വെച്ച് പറയുക, പോലീസ് പിടിച്ചു, സ്പീഡിങ്ങിന് പിടിച്ചു, $500 അല്ലെങ്കിൽ $100 നമ്മൾ നാട്ടിൽ പറഞ്ഞ പെറ്റി അടിച്ചു. നാളെ രാവിലെ 10 മണിക്ക് കോർട്ടിൽ അത് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ പനിയല്ല, തല പൊങ്ങാൻ പറ്റിയില്ലേലും ഇഴഞ്ഞാണെങ്കിലും എവിടെ പോവും? കോർട്ടിൽ പോവും. കർത്താവെ, ഞാൻ ഒരു ആരാധന പോലും മുടക്കത്തില്ലെന്ന് നേർച്ച നേർന്നിട്ട് രാവിലെ പനി വന്നാൽ പറയും, കർത്താവെ അങ്ങക്ക് എൻ്റെ അവസ്ഥ അറിയാലോ, ഞാനിപ്പോൾ വരുന്നില്ല, ഇന്ന് ഉപവസിക്കേണ്ടതാ. ഓ കർത്താവ്, ഇന്ന് എനിക്ക് ഉപവസിക്കാൻ ഒരു മൂഡില്ല, നാളെ ഉപവസിക്കാം. ഇന്ന് അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടേ, നാളെ ഞാൻ എന്ത് ചെയ്തോളാം? ഉപവസിച്ചോളാം. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വാക്കൊക്കെ മാറ്റും. ആ വാക്യത്തിൻ്റെ അവസാനം ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്, നീയോ, ഉറക്ക വായിച്ച സിസ്റ്ററെ, നീയോ ദൈവത്തെ ഭയപ്പെടുക. ഇപ്പം നമുക്ക് ദൈവഭയം ഇല്ല, നമ്മൾ വെറുതെ വാക്ക് കൊടുക്കും. നമ്മൾ ഉപവസിച്ചോളാം എന്ന് വാക്ക്, പ്രാർത്ഥിച്ചോളാം എന്ന് വാക്ക്, ഇതൊക്കെ അങ്ങ് വാക്ക് കൊടുക്കുക. പക്ഷെ കർത്താവ് പറയും, മോളെ, നിന്റെ വാക്ക് നിമിത്തം ഞാൻ കോപിച്ചാൽ നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ അങ്ങ് നശിപ്പിക്കൂന്ന്. അതുകൊണ്ട് ചിലതൊക്കെ നടക്കാതിരിക്കുന്നു, എത്ര ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആരാ എതിര്? ദൈവം എതിരാണെങ്കിൽ പാസ്റ്റർ അല്ല, അമേരിക്കയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എല്ലാ ദൈവദാസന്മാരും വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ചാലും വല്ലതും നടക്കുമോ? ആരാ എതിര്? ആരാ എതിര്? ഇതൊക്കെ നിങ്ങളുടെ ബൈബിളിലുള്ളതാണ്, ഞാൻ ഒന്നും കൂട്ടി പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൂ. അപ്പോൾ സഭാപ്രസംഗി 5:1-7 വരെയുള്ള വാക്യം വായിര്. ഇതാരാ എഴുതിയ സഭാപ്രസംഗി? എന്തുകൊണ്ടായിരിക്കും ശലോമോൻ ഇത് എഴുതിയത്? പുള്ളി ഒത്തിരി വാക്ക് ദൈവത്തിന് കൊടുത്തതാ. എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ കൊടുത്തേ? ജ്ഞാനം ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഓ, ജ്ഞാനമൊക്കെ കിട്ടിയപ്പോൾ ദൈവത്തിന് വാക്ക് കൊടുത്തു. ഞാൻ വേറെ ജാതികളിൽ നിന്നൊന്നും ഭാര്യമാരെ എന്ത് ചെയ്യത്തില്ല, ഞാൻ ദൈവം പറയുന്നതൊക്കെ അനുസരിച്ചോളാം എന്ന് വാക്ക് കൊടുത്തു. വാക്ക് കൊടുത്തിട്ട് ആദ്യം പോയി കെട്ടിക്കൊണ്ട് വന്ന ആരെയാ? ഫറവോൻ്റെ പുത്രിയെ. വാക്ക് മാറ്റി. കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര വാക്ക് കൊടുപ്പായിരുന്നു, സത്യസന്ധമായിട്ട് വാക്ക് കൊടുത്തു. കർത്താവ്, ഇന്ന് തൊട്ട് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചോളാം, അങ്ങ് പറയുന്നത് അനുസരിച്ചോളാം. പക്ഷെ കാലം കഴിഞ്ഞു പോയപ്പോൾ എന്ത് പറ്റി? വാക്ക് കൊടുത്തതൊക്കെ താൻ തന്നെ തൻ്റെ സാഹചര്യം അനുസരിച്ച് മാറ്റാൻ തുടങ്ങി. മാറ്റിയപ്പോൾ ശലോമോൻ നേടിയെടുത്തതിലെല്ലാം ദൈവത്തിൻ്റെ കൈഭാരമാകാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു അവസാനം? ദൈവം നശിപ്പിച്ചോ? നശിപ്പിച്ചോ? നശിപ്പിച്ചു. നശിപ്പിച്ചു. ഈ നാശം നമ്മളിൽ വരാതിരിക്കാൻ പരിശുദ്ധാത്മാവെന്ന് ബുദ്ധി ഉപദേശിക്കുക. നേരാതിരിക്കുന്നത് പാപമാകയില്ല, എന്നാൽ നേർന്നാൽ നിവർത്തിച്ചോണം. അവിടെ എഴുതിയിരിക്കുന്നു, നീയോ ദൈവത്തെ ഭയപ്പെടുക. വന്ന് വന്ന് നമ്മളിൽ നിന്ന് ദൈവഭയം പോയി. അവിടെ പറയുക, അബദ്ധവശാൽ വന്നു പോയെന്ന് ദൂതന്റെ മുമ്പിൽ പറയരുതെന്ന്. നമ്മുടെ തൊട്ട് മുമ്പിൽ ദൂതന്മാർ നിൽപ്പുണ്ട്, അതറിയാമോ? ഒരാൾക്ക് കുറഞ്ഞ എത്ര ദൂതന്മാരുണ്ട്? കുറഞ്ഞത് 2 പേരുണ്ട്. ഈ ദൂതന്മാർക്ക് വേറൊരു ജോലിയും കൂടെ ഉണ്ടെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക. ബൈബിളിലില്ല. എന്നെ ആരും ക്രോസ് വിസ്താരം ചെയ്യരുത്, തെറ്റാണ് എന്നെ വന്ന് തിരുത്തിക്കോണം കേട്ടോ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നെ വന്ന് തിരുത്താൻ. ഞാൻ എല്ലാവരുടെയും കറക്ഷൻ സ്വീകരിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദൂത ഫ്രണ്ട് നിൽക്കുക റെക്കോർഡ് ബുക്കുമായിട്ട് ഓരോ വാക്ക് എഴുതിയെടുത്തുകൊണ്ടിരിക്കുക. അങ്ങോട്ട് ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഇമോഷൻ വരുമ്പോൾ നമ്മൾ നേർച്ച നേരും. കർത്താവേ, അങ്ങയുടെ വേല ഞാൻ ചെയ്തോളാം എന്നൊക്കെ. ഇതൊക്കെ എഴുതി വെച്ചേക്കുക റെക്കോർഡിൽ. റെക്കോർഡ് വൈകുന്നേരം ആകുമ്പോൾ സ്വർഗത്തിൽ ചെല്ലും. ഇതാണ്ട് സബ്മിറ്റ് ചെയ്യുന്നു കർത്താവ് ഇതൊക്കെ ഇരുന്നങ്ങ് നോക്കുക. അപ്പോൾ കിടക്കുന്നു നേർച്ചകൾ. 100 നേർച്ച കിടപ്പുണ്ട്. കർത്താവ് എന്നിട്ട് ഇതിനകത്ത് എത്ര എണ്ണം ഇവള് പാലിച്ചു? ഒന്നും പാലിച്ചിട്ടില്ല. അങ്ങനെ കർത്താവ് അങ്ങ് വിടൂന്നും വിചാരിക്കരുത്. ഒരു പിടുത്തം ഒരു ദിവസം പിടിക്കും. എന്നിട്ട് നമ്മൾ ഇരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ഉപവസിക്കും, അപ്പം നമ്മൾ പ്രാർത്ഥിക്കും. ആ സമയത്ത് അറിയാൻ പറ്റും നമ്മൾ എന്തൊക്കെ ദൈവസന്നിധി നേർന്നെന്ന്. സോ ഡു നോട്ട് ഡു എനി വോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഇഫ് യു ഡു ഇറ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ഫുൾഫിൽ ഇറ്റ്. ഇഫ് നോട്ട്, ഡു നോട്ട് സേ എനി സിംഗിൾ വേർഡ് ആൻഡ് സേ ദാറ്റ് ഓ ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്, അറിയാതെ പറഞ്ഞു പോയതാണ്. അവിടെ പറയുക, അബദ്ധവശാൽ വന്നു പോയെന്ന് ദൂതൻ്റെ മുമ്പിൽ പറയരുതെന്ന്. ദൈവസ്വർഗത്തിൽ നീ ഭൂമിയിലുവാ. നിന്റെ വാക്കിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ പാട്ട് പാടുമ്പം പാട്ടുകാർ പാടിക്കോട്ടെ, നമ്മൾ മൗനമായിട്ടിരുന്നാൽ മതി. ചില വരികളൊന്നും പാടാതിരിക്കുന്ന നല്ലത്. ചുമ്മാ കയറി സമർപ്പണത്തിൻ്റെ ഗാനമൊക്കെ പാടുമ്പോൾ സൂക്ഷിച്ച് പാടണേ, ഹൃദയം തട്ടിപ്പാടണേ. നമ്മളറിയാതെ പല പാട്ടുകൾ പാടും, ഇല്ലേ?
കഷ്ടതയുടെ പാട്ടൊക്കെ പാടുമ്പോൾ സൂക്ഷിക്കണം, ഓർമ്മ വേണം എന്തുവാ പാടുന്നത് എന്ന് വെച്ച് നാളെ തൊട്ട് ആരും മൗനമായിരിക്കുന്നത്. പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓർത്തോണം, ഇന്ന പാട്ട് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞാൻ ചില പാട്ട് പാടും. ഇപ്പോൾ എക്സാമ്പിൾ, അങ്ങേക്കാൾ വേറൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ എന്ന് പാടുന്നത് ഞാൻ പറയും, കർത്താവ് എൻ്റെ ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ലൈൻ പാടുന്നേ. മനസ്സിലായോ? നീ മാത്രം മതി യേശുവേ, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ടപ്പാ, അങ്ങ് മാത്രം മതി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എന്നെ പറ കൊണ്ടുവരണം. ഈ പാട്ടുകാരൊക്കെ കഷ്ടതയിൽ ഈ പാട്ട് പാടുമ്പം അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് പാടുന്നത്. നമ്മൾ കൂടെ പാടുക, പക്ഷെ പാടുന്ന മൊത്തം നുണയാ. ഓക്കെ, ഞാൻ എന്തിന് ഇതൊക്കെ പറഞ്ഞു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ദൈവം ഈ സഭയോട് പറയാൻ തന്ന ദൂതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമേ അത് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ദൂതിലേക്ക് കിടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഈ വചനം നമുക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. അത്തിവൃക്ഷം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുകയാണ്. നമ്മളെയൊക്കെ ദൈവം ഓരോ മുന്തിരിത്തോട്ടത്തിൽ അത്തിയായിട്ട് എന്ത് ചെയ്തേക്കുവാ? നട്ടേക്കുവാ. നമ്മളവിടെ അങ്ങ് നിൽക്കുക. ദൈവദാസനാകുന്ന തോട്ടക്കാരൻ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ബൈബിൾ സ്റ്റഡി ആകുന്ന വളം തരുന്നുണ്ട്, പ്രാർത്ഥനയാകുന്ന വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു തരുന്നുണ്ട്. നമ്മളിങ്ങനെ പച്ചിലയൊക്കെ പുറപ്പെടുവിച്ച് നല്ല ഗമയിൽ, ആദ്യം വന്നതുപോലെ അല്ല ഇപ്പം, അല്ലേ? UK വന്ന പോലെയാണ് ഇപ്പം ആരെങ്കിലും ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ ഒരു UK കാരുടെയൊക്കെ ഒരു ഗമയില്ലേ? നിങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. എന്നോട് ദേഷ്യം ഉണ്ടെന്നറിയാം, സാരമില്ലെന്ന്. ഞാൻ വെറും പോസ്റ്റ് മാസ്റ്റർ, നമ്മൾ പറഞ്ഞ പോസ്റ്റ് വുമണാ. ലെറ്റർ തന്നിട്ട് ഞാൻ പോകും, പിന്നെ നമ്മൾ തമ്മിൽ കാണത്തുപോലും ഇല്ലായിരിക്കും ചിലപ്പം. എന്നോട് ആർക്കും വിഷമം തോന്നില്ല. കർത്തൃമേശ എന്നെ ഹൃദയപൂർവ്വം എല്ലാവരും സ്നേഹിക്കണം കേട്ടോ. എനിക്ക് നിങ്ങളോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപകടത്തിൽ പോയോണ്ടായിരിക്കും എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സങ്കടമാണ്. ഞാൻ അങ്ങനെയുള്ളവരെ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ തന്നെ നന്നായി, ഞാൻ തന്നെ സ്വർഗത്തിൽ പോയാൽ പോരാന്നോ? അല്ലേ? നിങ്ങളോടെല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞു, മക്കളെ അപകടത്തിലാന്ന്, മറഞ്ഞിരിക്കുന്ന പാപം ഉണ്ടെന്ന് പുറത്തു വരണമെന്ന്. മനസ്സിലായോ? 5 ഭർത്താക്കന്മാരുള്ളവരൊക്കെ എന്ത് ചെയ്തോണം? ഓരോ ഭർത്താക്കന്മാരെ ഡിവോഴ്സ് ചെയ്തോണം. ദൈവമേ, അതൊന്നും കട്ട് ചെയ്തിട്ടേക്കല്ലോ, ഓരോ വാക്കൊക്കെ കേട്ടോ. ചിലപ്പോൾ ചിലരൊക്കെ മതി ഭർത്താവിന് ഡിവോഴ്സ് ചെയ്യാൻ അക്സസ് സിസ്റ്റർ UK പോയി പ്രസംഗിച്ചെന്നൊക്കെ പറയാം. അതൊന്നും കട്ട് ചെയ്യില്ലേ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഭർത്താവ് ഏതാന്ന് മനസ്സിലായോ? എവരിവൺ അണ്ടർസ്റ്റുഡ്? ഏതാ? 1 Peter chapter 2 verse 1 എന്നെ മാനസാന്തരപ്പെടുത്തിയ വചനം. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി പറയാൻ പോകുന്നത്, നമ്മളൊക്കെ അത്തിവൃക്ഷമാണ്. നമ്മളെ നട്ടേക്കുക. എന്തിനു വേണ്ടിയാ നട്ടത്? ഫലം കായ്ക്കാൻ. ക്വസ്റ്റ്യൻ, ഫലം കായ്ക്കുന്നുണ്ടോ? ഫലം എന്തിനുള്ളതാ? മറ്റുള്ളവർക്കുള്ളതാ, അല്ലേ? നമ്മളിൽ നിന്ന് എന്ത് ഫലമാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്? നമ്മളിൽ നിന്ന് എന്ത് ഫലമാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്? ഇപ്പം ചർച്ച വരുവാണെങ്കിൽ നമ്മൾ പറയും, എൻ്റെ ദശാംശം ആർക്കുണ്ട്? ചർച്ചിനുണ്ട്. ആ ഫലം മാത്രം കൊടുക്കുന്നവരുണ്ട്. അതും കഷ്ടപ്പെട്ട, എന്നാലും കുഴപ്പമില്ല, ദശാംശം. പിന്നെ നമ്മൾ പറയുന്ന ഫലം, ഞാൻ പാടുന്നുണ്ട്, പറ, ഞാൻ പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സമയം കിട്ടിയ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം. എന്നാൽ കർത്താവ് എന്നെ ഒരു ദിവസം ഇരുത്തി ഈ വചനം പഠിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം എന്താണെന്നറിയാമോ? ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം. ഈ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നവരാണോ? സ്നേഹം, സന്തോഷം, സമാധാനം. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ ആക്ച്വലി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞ് നമ്മൾ വി തിങ്ക് ഇറ്റ്, അല്ലെങ്കിൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓർ ദ അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വി തിങ്ക് ഇറ്റ് ഈസ് ഓൺലി സ്പീക്കിംഗ് ഇൻ ടങ്സ്. Speaking in tongues is required. I will not say it is not. It is required. It is a sign that we got the Holy Spirit. But ഫലമില്ലാതെ എത്ര കൃപാവരം ഉണ്ടെങ്കിലും എന്തില്ല. ചിലർ പറയും കൃപാവരം ജ്വലിപ്പിക്കും. നല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചിലെ വിശ്വാസിയാന്നിരിക്കട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടിനെ ദേഷ്യപ്പെടുന്ന ആളാ, ഭയങ്കര ദേഷ്യമാണ്. ഞാനിവിടെ നാളെ പ്രവചിച്ചാൽ നിങ്ങൾ എത്ര പേര് എൻ്റെ പ്രവചനം ഏറ്റെടുക്കും?
എന്നെ കർത്താവ് കാണിച്ച ഒരു വെളിപ്പാട് ഞാൻ പറയാം. എന്നെക്കുറിച്ചുള്ളതാണേ, എന്നെക്കുറിച്ചുള്ളൊരു വെളിപ്പാട്. ഞാൻ പറഞ്ഞില്ല എന്നെ മാനസാന്തരപ്പെടുത്തിയെന്ന്. ആ മാനസാന്തരപ്പെട്ട സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കർത്താവിൻ്റെ കണ്ണിൽ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹം. അപ്പോൾ കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. ഇങ്ങനെയായിരുന്നു. ഒരു നല്ല വെള്ള ചുരിദാറിട്ടൊരു കൊച്ച്. നാട്ടിലെ ചാണകക്കുഴി അറിയോ? ചാണകക്കുഴി അറിയോ? അറിയാം. അങ്ങനെ ഒരു ചാണകക്കുഴി. ആ ചാണകക്കുഴിയിൽ നിന്ന് ഒരാളിങ്ങനെ എഴുന്നേറ്റ് വരിക. ദേഹത്ത് മൊത്തം വെള്ള ഉടുപ്പാ. പക്ഷെ വെള്ള ഉടുപ്പാ മൊത്തം എന്തുവാ? ചാണകം. ഈ ചാണകം ഇട്ട ഉടുപ്പ് ഇട്ടുകൊണ്ട് കയറി വരിക. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഇതാരാ? ഇതാ നീന്ന്. ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ വെള്ളമൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചാൽ വന്നേ. കർത്താവ് പറഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷെ ഇതാ നീ. എന്തുവാണെന്നറിയോ? മുറുകെ പറ്റുന്ന പാപം. ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 പാപം. പാപം ഉള്ളിക്കിടക്കും, മറഞ്ഞു കിടക്കും. ഇതുണ്ട്. കർത്താവ് പറഞ്ഞു, നീ എന്നാ ചെയ്യുന്നതെന്നറിയോ? എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ കൂട്ടായ്മയിലും നീ പോകുമ്പോൾ വേറൊരു വെള്ള ചുരിദാർ എടുത്ത് ഇതിൻ്റെ പുറത്തൂടെ അങ്ങ് ഇടും. അപ്പോൾ ആർക്കെങ്കിലും അറിയോ അകത്ത് ചാണകം ഉണ്ടെന്ന്? ഇല്ല. പുറമേ വരുമ്പോൾ നല്ല കൊച്ചാ, പക്ഷെ അകത്ത് ഇത് മറഞ്ഞു കിടക്കുക. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നോണ, ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നിന്റെ കയ്യിലേക്ക് ഞാനൊരു നല്ലൊരു ഫലം തരാം, ആപ്പിൾ. അപ്പം എൻ്റെ കയ്യിലെല്ലാം ചാണകമുണ്ട്. നല്ലൊരു ആപ്പിൾ എൻ്റെ കയ്യിൽ തന്നേക്കുക. നല്ല ആപ്പിൾ, നല്ല വൃത്തിയുള്ള ആപ്പിളാട്ടെ, നല്ല കഴുകി നല്ലൊരു ആപ്പിൾ. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഈ ആപ്പിൾ നീ കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എൻ്റെ ദേഹത്ത് മൊത്തം ചാണകം, എൻ്റെ കയ്യിൽ നല്ലൊരു ആപ്പിളുണ്ട്, നിങ്ങൾ വിശന്നിരിക്കുക, ഞാൻ വന്ന് ആൻറ്റിക്ക് തന്ന ആൻറ്റി മേടിക്കുമോ? എന്തുകൊണ്ടാണ്? ആപ്പിൾ നല്ലതല്ലേ, ആപ്പിൾ പോരെ ആൻറ്റിക്ക്? തരുന്ന ആള് ക്ലിയർ അല്ലെന്ന് കണ്ടോ? തരുന്ന ആള് പറ ക്ലിയർ അല്ല. തരുന്നയാൾ ചാണകത്തിൽ മുങ്ങിയിട്ട് ഇനി എത്ര നല്ല ഒരു കൊട്ട ആപ്പിൾ കൊടുത്താലും പറയും, മോളെ ആപ്പിൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ഇതുപോലെ പല കൃപാവരങ്ങൾ നിങ്ങൾ ജ്വലിപ്പിക്കുമ്പം മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ ഫലമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ദീർഘക്ഷമയില്ല, പരോപകാരമില്ല, വിശ്വസ്തതയില്ല, ഇന്ദ്രിയ ജയമില്ല. പിന്നെ കിടന്ന് കാണിക്കുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവ് ഈ 30 വയസ്സ് വരെ ഞാൻ എന്തിനാ ബന്ധുക്കോസാരിയാന്ന് പറഞ്ഞ് ചർച്ചയിലിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ എന്തിനാ ചർച്ചയിൽ പോയെന്നറിയോ? എൻ്റെ സന്തോഷത്തിന്. There is 2 kinds of Christians, checklist Christian and purposeful Christian. You know who is a checklist Christian? You know who is a checklist Christian? You have a checklist for the whole week. ചിലർ ഭയങ്കര പ്ലാനിങ്. ദേ ഹാവ് എ ചെക്ക് ലിസ്റ്റ്. ഫ്രിഡ്ജിൻ്റെ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ കാണും ഒരു ചെക്ക് ലിസ്റ്റ്. വാട്ട് ഡസ് എ ചെക്ക് ലിസ്റ്റ് ക്രിസ്ത്യൻ ഡസ്? സൺഡേ മോർണിംഗ് വർഷിപ്പ്, വന്നിട്ടൊരു ടിക്കുണ്ട്, ചർച്ചയിൽ പോയി. ഈവനിങ് പ്രെയർ, യെസ് ഓഫ് കോഴ്സ്. സൂം ഡൺ. ബൈബിൾ സ്റ്റഡി ഡൺ. എല്ലാം ടിക്കുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് യു ഡിഡ് ഓൾ ദോസ് തിങ്സ്? എൻ്റെ സന്തോഷത്തിന്. രാവിലെ ഞാൻ പറഞ്ഞിട്ടുള്ളേ, രാവിലെ എഴുന്നേറ്റിരുന്ന് ബൈബിളൊക്കെ ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു വാക്ക കട്ടിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ ഒരു വരവുണ്ട്. രാവിലെ എഴുന്നേറ്റ് നല്ല ബന്ധുക്കോസാരിയാണ് ഞാൻ, ബൈബിളൊക്കെ വായിച്ചു. ചിലർ ഭയങ്കര അഭിമാനത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇത്ര വട്ടമൊക്കെ ബൈബിൾ എന്ത് ചെയ്തു. അതൊരു ഭയങ്കര അഭിമാനം. ശരിക്കും അത് വായിച്ചത് എന്തിനാണെന്നറിയോ? ആരെങ്കിലും പാസ്റ്റർമാർ വന്ന് എങ്ങാനും ചോദിക്കാം, ബൈബിൾ വായിച്ച എത്ര പേരുണ്ട്? എന്നിട്ട് എല്ലാവരെയും നോക്കും, കണ്ടല്ലോ ഞാൻ ബൈബിൾ വായിച്ച ആളാ. അതാ പറഞ്ഞ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്തിനാണെന്നറിയോ? നമ്മുടെ സാറ്റിസ്ഫാക്ഷന്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഗോഡ് ആസ്ക്സ്, നീ എൻ്റെ സംതൃപ്തി നോക്കിയോ? ഭാര്യ ഭർത്താക്കന്മാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകും. ചില അങ്കിളുമാർക്ക് ചിലപ്പോൾ ബിരിയാണി ഇഷ്ടമാണെന്നിരിക്കട്ടെ, ആൻറ്റി ബിരിയാണി ഉണ്ടാക്കുക. ആൻറ്റി ബിരിയാണി ഉണ്ടാക്കി ഫ്രണ്ട് വെച്ചിട്ട് അങ്കിൾ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്കിളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. എന്തിനാ? എല്ലാ ഭാര്യമാർക്കും ഉണ്ട് കേട്ടോ, ട്രിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാവേ. എല്ലാവരും ഓർത്തോണേ, ഭാര്യമാരെല്ലാം ഫുഡ് ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? കമൻറ്റ് കേൾക്കാനാ? എന്തിനാ? നല്ല പറ ബിരിയാണി എന്ന് പറയും. ചില അങ്കിളുമാരുണ്ട് എത്രയാണ് നല്ലതാണെന്ന് പറയത്തില്ല, അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിച്ചിരിക്കും. അത് പാറ്റണം കേട്ടോ. ഒന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്. ഇച്ചിരി ഉപ്പ് കൂടി ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കും, ഉപ്പ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അടിപൊളി ബിരിയാണി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാം. പക്ഷെ കുറ്റം പറഞ്ഞാൽ പിന്നെ അങ്ങ് മനസ്സങ്ങ് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം ഞങ്ങൾക്ക് എത്ര പ്രോത്സാഹനം കിട്ടുന്നു അത്രയും ഞങ്ങൾ ബെറ്റർ ആവും. ഓർമ്മ വേണം, അതാണ് സ്ത്രീയുടെ സീക്രട്ട്. ഓക്കെ, അടുത്തത്
നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അങ്കിളുടെ മുഖത്ത്. അപ്പം അങ്കിളിൻ്റെ ഇഷ്ടം ഓൾറെഡി ആൻറ്റിക്ക് അറിയാം. നല്ല എരിവ് വേണം, നല്ല മസാല വേണമെന്ന് ആൻറ്റിക്ക് അറിയാം. പക്ഷെ ആൻറ്റിക്ക് എരിവ് ഇഷ്ടമല്ല, മസാല ഇഷ്ടമല്ല. അപ്പോൾ ആൻറ്റി ബിരിയാണി ഉണ്ടാക്കി അങ്കിളുടെ മുമ്പിൽ വെച്ചിട്ട് കഴിച്ചു. അങ്കിൾ കഴിക്കുന്നത് എങ്ങനെയായിരിക്കും? തൃപ്തിയോടെയാണോ തൃപ്തി ഇല്ലാതെയാണോ? തൃപ്തി ഇല്ലാതെയാ. പക്ഷെ ആൻറ്റിക്ക് ഒരു തൃപ്തിയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ബിരിയാണി രാവിലെ തൊട്ട് അടുക്കളയിലാ, ബിരിയാണി ഉണ്ടാക്കി. അത് നമ്മുടെ ഒരു തൃപ്തി. ഒരു നേരം എങ്ങനെയോ കഴിഞ്ഞുപോയി. അതാണ് ആൻറ്റിയുടെ തൃപ്തി. പക്ഷെ ആൻറ്റി മേക്ക് ഷുവർ ചെയ്യുന്നില്ല കഴിച്ചാക്കാൻ തൃപ്തിയായോ ഇല്ലയോ. ഇങ്ങനെയാണ് നമ്മൾ ഇന്നിവിടെ വന്നേ 2 മണിക്കൂർ 3 മണിക്കൂർ കഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ ഓടിച്ച് തണുപ്പത്ത് വന്നിരിക്കും, ആരാധിച്ചു. കഴിഞ്ഞ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നത്തെ ആരാധന എന്നാ സന്തോഷമായിരുന്നു അറിയോ? ആർക്ക് സന്തോഷം? എനിക്ക് സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ആരാധന ആർക്കുള്ളതായിരുന്നു? കർത്താവിനുള്ളതായിരുന്നു. എത്ര പേര് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പ്രൈവറ്റിൽ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇന്ന് ഞാൻ അവിടെ തന്ന ആരാധന അങ്ങേക്ക് ഇഷ്ടപ്പെട്ടു എന്ന്? കർത്താവിന് ഇഷ്ടപ്പെടണമെങ്കിലേ ഫലത്തോടുകൂടി ആരാധന ഇഷ്ടമുള്ളൂ. മനസ്സിലായോ? ഇപ്പം ഞാൻ പറയാൻ കാരണം, ഇവിടെ അത്തിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത്തി ഗമേ നിൽക്കുക. അത്തിയെ കണ്ട ഒരു അത്തിയാന്ന് പറയാം. കുറേ നല്ല പച്ചലയൊക്കെ ഉണ്ട്. ഇലയ്ക്ക് കുറവൊന്നുമില്ല. ഉണങ്ങി പിടിച്ച അത്തിയൊന്നുമല്ല ഇത് കേട്ടോ. ഈ അത്തി ഉണ്ടല്ലോ, ഉണങ്ങിയ അത്തിയൊന്നുമല്ല. വളം കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്. എന്നാ ഗമേലാ നിൽക്കുന്നതെന്നറിയാമോ? പക്ഷേ വിശന്നപ്പോൾ പോയി കഴിക്കാൻ നോക്കിയപ്പോൾ എന്തില്ല? ഫലമില്ല. ഫലമില്ലാതെ വന്നപ്പം തോട്ടക്കാരനോട് പറ വെട്ടിക്കളഞ്ഞേക്കാൻ. അവിടെ പറഞ്ഞ ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. 3 വർഷമായി ആ വാക്ക്. ദൈവദാസന്മാരൊക്കെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചവർക്കൊക്കെ അതിൻ്റെ മെയിൻ അർത്ഥമൊക്കെ അറിയായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ ആരും അറിയത്തില്ല കേട്ടോ. എനിക്കറിയാവുന്ന എന്നെ പഠിപ്പിച്ചതാ, പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ചതാ കേട്ടോ. അതിന് വേറെ അർത്ഥങ്ങളൊക്കെ കാണുമേ, എന്നോട് ക്ഷമിക്കണേ. നമ്മൾ ആരെ മാതൃകയാക്കാനാ കർത്താവ് പറഞ്ഞേ? കർത്താവിനെ. കർത്താവ് എന്നോട് പറഞ്ഞത്, അത്തിയെ നട്ടത്, നമ്മളെ നടുന്ന എപ്പോഴാന്ന് പറയും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മളെ സഭയുടെ അംഗമാകുക, ദൈവസഭയുടെ അംഗമായി നമ്മളെ പ്ലാന്റ് ചെയ്തേക്കുക. ഫ്രം ദാറ്റ് മോമെൻറ്റ് 3 years ശരിക്കും നമ്മൾ ഫലം കായ്ക്കേണ്ട സമയമാണ്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് ഫലം കായ്ക്കരുതെന്നല്ല, ഒരു അത്തിയെ നട്ടു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ള അതിൻ്റെ ആദ്യത്തെ ഫലം എന്ത് ചെയ്യും? അത്തിയെ കണ്ടു തുടങ്ങും. ആ ഫലം കാണുമ്പോൾ തോട്ടക്കാരനറിയാം ഇനിയും ചെത്തിയാൽ എന്ത് ചെയ്യും? ഇനിയും ചെത്തിക്കൊടുത്താൽ അധികം ഫലം വരുമെന്നറിയാം കേട്ടോ. 2 സീസണിൽ കുറഞ്ഞത് അത്തി എന്ത് ചെയ്യുമെന്നറിയോ? ഫലം കൊടുക്കും. ഇത് 2 സീസണും കഴിഞ്ഞ് 3 വർഷവും കഴിഞ്ഞ് 5 വർഷവും കഴിഞ്ഞ് 10 വർഷമായിട്ട് ഈ അത്തി അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫലം കായ്ച്ചിട്ടില്ലെന്ന്. അല്ലാതെ ആദ്യമേ അങ്ങ് വിടില്ല. 3 വർഷമായി. ഈ 3 വർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. കർത്താവിനെ അനുകരിക്കാനാ. കർത്താവ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെ കർത്താവ് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എത്ര നാൾ ഈ ലോകത്ത് പരിശുശ്രൂഷ ചെയ്തു? 3.5 വർഷം. ഈ 3 വർഷം കർത്താവ് പുറപ്പെടുവിച്ച ഫലം എന്തൊക്കെയായിരുന്നു? പറ. സ്നേഹം, സന്തോഷം, സമാധാനം. ഈ സമാധാനമൊക്കെ കർത്താവിൻ്റെ ഏത് ഫലത്തിലാണെന്ന് എവിടെയെന്ന് പറയാം. വള്ളത്തെ കിടക്കുമ്പോൾ പ്രതികൂലം വരുമ്പോഴും കർത്താവ് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമോ? ഉറങ്ങത്തില്ലല്ലോ. എന്ത് പ്രതികൂലം വന്നാലും നമുക്ക് പ്രശ്നം. അതിൻ്റെ അർത്ഥം തന്നെ നമ്മളിൽ ആത്മാവിൻ്റെ ഫലമില്ല. നമുക്കുണ്ടെന്ന് നമ്മളങ്ങ് തോന്നുക സമാധാനം ഉണ്ടെന്ന്. അതല്ല, പ്രശ്നം വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമാധാനം. പിന്നെ ദീർഘക്ഷമ ഉണ്ടോ? പരോപകാരം, വിശ്വസ്തത. പരോപകാരത്തിനകത്തും പ്രശ്നമുണ്ട്. നമ്മൾ പരോപകാരം പലതും ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നാളെ നമ്മളെ ഒന്ന് റിമെമ്പർ ചെയ്യാനാ. നമ്മളിങ്ങനെ ചെയ്തെന്ന് 10 പേരൊന്ന് പറയണം. നാളെ അവർക്ക് ചെയ്താലേ തിരിച്ച് നമുക്കും. ചിലരങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പോക്കറ്റിൽ പൈസ ഇട്ട് കൊണ്ട് കൊടുക്കും. ഇനി നമ്മൾ ഇന്ന് 500 കൊടുത്താലേ നാളെ നമ്മുടെ കൊച്ചിൻ്റെ കാര്യം വരുമ്പോൾ 1000 അത് പരോപകാരം അല്ല കേട്ടോ. മനസ്സിലായോ? ഞാൻ അങ്ങനെയുള്ളവരെ കേട്ടിട്ടുണ്ട്. അവർ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വയ്യാതിരുന്നപ്പോൾ അവർ കഞ്ഞി വെച്ച് തന്നാൽ നമുക്കും എന്തെങ്കിലും. അങ്ങനെ ചെയ്യാൻ ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കർത്താവ് എന്താ പഠിപ്പിച്ചെന്നറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങളെ സഹായിക്കുന്നവരെ നിങ്ങൾ സഹായിച്ചിട്ട് എന്ത്? എന്നിട്ട് പറയാ നിന്റെ ശത്രുവിനെ എന്ന് വെച്ചാൽ എന്താ? നമുക്കിട്ട് ഏറ്റവും പാര വെച്ചവർക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി
അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന പരോപകാരം. അതെത്ര പേര് ചെയ്യാറുണ്ട്? പറ. നമുക്കിഷ്ടമില്ലാത്തവര്, നമ്മളെ ഇഷ്ടമില്ലാത്തവര്, അവരെ ടേക്ക് കെയർ ചെയ്യുന്നതാ. അതുകൊണ്ട് കർത്താവിൻ്റെ പോളിസി. പക്ഷെ നമ്മൾ ഇന്നും ഇതിനകത്ത് കിടക്കാം. എനിക്ക് ഗിഫ്റ്റ് തന്നോണ്ട് ഞാനും ഗിഫ്റ്റ് കൊടുക്കും, എന്നെ സ്നേഹിക്കുന്നോണ്ട് ഞാനും സ്നേഹിക്കും, എന്നെ കല്യാണത്തിന് വിളിച്ചോണ്ട് ഞാനും. എനിക്കറിയാം അവരുടെ മോൻ്റെ കല്യാണത്തിന് നമ്മളെ വിളിച്ചു, നമ്മുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് നമ്മളും എന്ത് ചെയ്യണ്ട? പറ, വിളിക്കണ്ട. ഓ എൻ്റെ ആൻറ്റി മാനസാന്തരപ്പെടണേ കേട്ടോ. പോത്തില്ല കർത്താവ് വന്ന ഫലമില്ലെന്ന് ഇലയാ. ശരിക്കും മത്തായി 5, 6 ഒക്കെ ഒരു 10 ദിവസം 10 പ്രാവശ്യമെങ്കിലും വായിച്ചാണ്ടല്ലോ നമ്മൾ മാനസാന്തരപ്പെടും. കർത്താവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 10 കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. കൊല ചെയ്യുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. എന്തോ മോഷ്ടിക്കുന്നേ? സമയം. കർത്താവിന് കൊടുക്കേണ്ട സമയം നമ്മൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി നുണ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് പറയുന്നു. അന്യൻ്റെ മുതൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അന്യൻ്റെ മുതൽ നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇതെനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അന്യൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുമോ? അടുത്തയാൾ നമ്മുടെ ചർച്ചിലുള്ള ഒരാൾ മേഴ്സിഡീസ് മേടിച്ചാൽ നമ്മുടെ ഉള്ളിൽ അപ്പം തന്നെ ആ മേഴ്സിഡീസ് ഉള്ളിൽ കയറും. അപ്പം തൊട്ട് പ്രയത്നം മേഴ്സിഡീസ് മേടിക്കാനാ, അതിൻ്റെ ഹൈ ക്വാളിറ്റി. ഒരാളൊരു വീട് മേടിച്ചു, ആ വീട് അപ്പം തന്നെ ഉള്ളിൽ കയറും, ആ വീടിൻ്റെ ഡിസൈൻ ഉള്ളിൽ കയറും. പിന്നെ നമുക്ക് അതുപോലത്തെ ഒരു വീട്, അതുപോലത്തെ സോഫ, അതുപോലത്തെ ചുരിദാർ, അതുപോലത്തെ സാരി, ഇതൊക്കെ ഉള്ളിൽ കയറും. മനസ്സിലായോ? പിന്നെ അച്ചായന് സമാധാനം കാണത്തില്ല ആ സാരി കിട്ടുന്നിടം വരെ. ഇതൊക്കെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്ന. എങ്ങനെ ഈ സാരി ഉള്ളിൽ കയറിയത്? മറ്റൊരാൾ ഉടുക്കുന്ന കണ്ടപ്പം അല്ലേ? അല്ലേ? ആ, അതിന് ലോകം വെച്ചിരിക്കുന്ന ഇതാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ട്രിക്കാണ്, പിശാചിൻ്റെ ട്രിക്കാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഇതൊക്കെ കയറും. അതിനകത്ത് എഴുതിയിരിക്കുക കൺമോഹം ജഡമോഹം നമുക്കുണ്ടോ? ഉണ്ടെന്ന്. അയ്യോ, നമ്മളെപ്പോലെ കൺമോഹം ജഡമോഹം ഉള്ളവർ വേറെ ആരുമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നതെന്നറിയോ? സത്യസന്ധമായിട്ട് പറയാം വചനം. നമ്മളെ ഇടയിൽ മാനസാന്തരം വേണോ? വേണം. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കാഹളനാഥം നമ്മൾ കേൾക്കുവോ? കേൾക്കുവോ? കേൾക്കത്തില്ല. കാരണം കർത്താവുമായിട്ട് ബന്ധമില്ലെന്ന്. ഉള്ളിൽ മൊത്തം ലോകം കയറിപ്പോയി. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വാസികളാന്നാ. പക്ഷെ കർത്താവ് പറയും, ഉള്ളിൽ എന്നോട് എന്തില്ല? വിശ്വാസമില്ല. ഉള്ളിൽ എന്നോട് എന്തില്ല? ഡെഡിക്കേഷൻ ഇല്ല, ട്രൂ ലവ് ഇല്ല. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാത്തവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതാ കർത്താവ് പറഞ്ഞേ, തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസിയെ അല്ലെങ്കിൽ നിന്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ, പറ, കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അപ്പൊ കർത്താവിന്റെ ഫസ്റ്റ് പോളിസി എന്താ? ഞാൻ എൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കണം. സ്വന്തം കൂടപ്പിറപ്പുകളോട് സംസാരിക്കാത്തവരെ എനിക്കറിയാം. വസ്തുവിൻ്റെ പേരിൽ, അതിർത്തി തർക്കത്തിൻ്റെ പേരിലും ഒക്കെ വർഷങ്ങളായിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളോട് സംസാരിക്കാത്തവരുണ്ട്. അവർ എനിക്ക് തരേണ്ടത് അവരെന്ത് ചെയ്തു? ഷെയർ എടുത്തു. എനിക്ക് കിട്ടേണ്ടത് അമ്മ എന്ത് ചെയ്തു? അവൻ എഴുതി കൊടുത്തു. എനിക്ക് കിട്ടേണ്ടത് അവർക്ക് കൊടുത്തു. ഇത് ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ മരിച്ചു കാണും, അപ്പം മരിച്ചു കാണും, പക്ഷെ ഇന്നും അത് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. എന്നാ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കട്ടെ? നമ്മൾ എന്നിട്ട് പാട്ട് പാടും. അതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ ഉള്ളി വെച്ചിട്ട് പാട്ട് പാടും. ലോകം വേണ്ട എനിക്കൊന്നും. എൻ്റെ കർത്താവേ, ലോകം വേണ്ട ഒന്നും വേണ്ടെന്ന് പാടാൻ പറ്റുമോ? അയ്യോ, എൻ്റെ നാട്ടിലെ വസ്തു ചേട്ടൻ കൊണ്ടുപോയാ അയ്യോ എങ്ങനെയാ? അതാ ഞാൻ പറഞ്ഞേ, പാടുന്നൊക്കെ നുണയാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. അതൊക്കെ സൂക്ഷിച്ച് പാടണം. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയാ ഫലം കായ്ക്കണമെന്ന്. ഫലം കായ്ച്ചില്ലേ കർത്താവ് പറയാ ഒരാണ്ടും കൂടെ നിൽക്കട്ടെന്ന്. ഇന്ന് ഞാനിവിടെ നിന്ന് ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാ പറഞ്ഞ ചിലരോട് കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ട് ഇന്ന് എന്നെ വിട്ടിട്ട് പറയുക, മോനെ ഒരു ആണ്ടും കൂടെ നിന്നെ നിർത്തിയേ കേട്ടോ. ഞാൻ നിർത്തുക ഇവിടെ മെസ്സേജ്. ഒരാണ്ടും കൂടെ. ഈ ഒരാണ്ട് എന്തിനാ തരുന്നതെന്നറിയാമോ? മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കാൻ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ല, പക്ഷെ നിത്യത നഷ്ടപ്പെടും. ഞാനിത് പറയുമ്പം വേറൊരു കാര്യം കൂടെ ഞാൻ പറയുക. ഈ നരകം പ്രസംഗിച്ച് സ്വർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകേണ്ട കാര്യം കർത്താവിന് ഇല്ല. ഞാൻ ഇന്നലെ പോയ ചർച്ചിൽ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ സത്യസന്ധമായിട്ട് പറയുക,
ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ പല പിള്ളേരും എന്നോട് പറഞ്ഞ കാര്യം എന്നറിയോ, പപ്പായും മമ്മി നരകം പറഞ്ഞ് പേടിപ്പിക്കുമെന്ന്. They talk more about hell than heaven. അയ്യോ ചർച്ചിൽ പോയില്ലേ നരകത്തിൽ പോവും. If you say lie, you go to hell. നമ്മളോട് എത്ര പേരോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്? എന്നോട് പറഞ്ഞിട്ടുണ്ട്. So I can relate. ശരിക്കും എന്തിനാ നിങ്ങൾ സ്നാനപ്പെട്ടത്? ശരിക്കും എന്തിനാ സ്നാനപ്പെട്ടത്? I'll tell you the truth. നരകത്തിൽ പോകാൻ പേടിയുള്ളതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ശരിക്കും എന്തിനാ സ്നാനപ്പെട്ടെന്ന്? ഒറ്റക്കാര്യം, നരകത്തിൽ പോകാൻ പേടിയുള്ളതുകൊണ്ടാ. അത് യഥാർത്ഥ മാനസാന്തരമാണോ? ഓക്കെ, സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എന്നോട് ചോദിക്കുക വൈ യു ആർ ഇൻ USA. ഞാൻ കഷ്ടപ്പെട്ട് IELTS എഴുതി അല്ലെങ്കിൽ ആറിന് എഴുതിയൊന്നും USA പോയ ആളല്ല. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഭർത്താവ് അവിടെ ആയതുകൊണ്ട് ഞാൻ എവിടെ പോയേ? പറ. USA പോയി. ഇപ്പം എൻ്റെ ഭർത്താവ് UK യിലായിരുന്നു, ഞാൻ അവിടെ വന്നേനെ. കാനഡയിലായിരുന്നെങ്കിൽ വാട്ട് മെയ്ഡ് മീ ടു ബി ഇൻ USA മീൻസ് ഇറ്റ്സ് ദ റിലേഷൻ ഐ ഹാവ് വിത്ത് മൈ ഹസ്ബൻഡ്. പുള്ളിയോടുള്ള കമ്മിറ്റ്മെൻറ്റും പുള്ളിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ എവിടെ ആയിരിക്കുന്നേ? പറ. അമേരിക്കയിൽ. എൻ്റെ ക്വസ്റ്റ്യൻ, കർത്താവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണോ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം, അതോ സ്വർഗം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നരകം ജയിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഭർത്താവിനോടും ചോദിക്കേണ്ട, അമ്മ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേ, ശരിക്കും ഞാൻ എന്തിനീ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എല്ലാം വിട്ടിറങ്ങിയത്? പുഴുവിനെയും തീയും പേടിച്ചാ. കാരണം ഈ ചിലർ പെട്ടെന്ന് മരിക്കാറൊക്കെ കിടക്കുമ്പം നമ്മൾ വചനമായിട്ട് പറയുമ്പോൾ പറയും, അയ്യോ രക്ഷിക്കപ്പെട്ടില്ലേ, കർത്താവിനോട് ഹൃദയം കൊടുത്തില്ലേ, എവിടെ പോവും? ആത്മാവ് നഷ്ടമായി പോവും. നല്ല കാര്യം, അത് ഫസ്റ്റ് അവർക്ക് വേണം, നമ്മളത് പറഞ്ഞു കൊടുക്കണം. ദേ ഹാവ് ടു ബി സേവ്ഡ്. ബട്ട് ചർച്ചിൽ വരുന്ന വിശ്വാസികൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, വൈ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ, ബിക്കോസ് മൈ ജീസസ് ഇസ് ദേർ. യേശു ഉള്ളിടമെല്ലാം ഹെവനാ. നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഹെവൻ. Why you want to go to heaven? The only answer should be because my Savior is there. നിങ്ങളിൽ എത്ര പേർക്ക് കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ തിടുക്കമുണ്ട്? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തിടുക്കമുണ്ട്? ഇന്ന് എന്നോട് ചോദിക്കുക, സിസ്റ്റർ ഞാൻ സ്വർഗത്തിൽ പോകുന്ന ചോദിക്കണം. ഒറ്റ ക്വസ്റ്റ്യൻ എന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. എൻ്റെ പിള്ളേർ, എനിക്ക് ബൈബിൾ സ്റ്റഡി കുറച്ച് പിള്ളേരുണ്ട്, അവർ ഹോണസ്റ്റാണ്. എനിക്ക് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. യു നോ വൈ? ദേ ആർ സോ ഹോണസ്റ്റ്. എൻ്റെ പ്രായത്തിലൊന്നും ഞങ്ങൾക്കില്ലാത്ത ഗട്സ് പിള്ളേർക്കുണ്ട്. തെറ്റ് ചെയ്താ ചേച്ചി ഞാൻ പാപം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും. ഞാൻ പറയുമായിരുന്നു, അയ്യോ പേടിയാ, അടി എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഈ പിള്ളേർ വന്ന് സത്യസന്ധമായിട്ട് പറയും, ചേച്ചി ഞാൻ ഇന്ന ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഐ എം വാച്ചിങ് സംതിങ് ഇൻ ദ ഫോൺ ആൻഡ് ഐ വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഐ നോ ദാറ്റ് ഇസ് എ സിൻ. ഐ നീഡ് ഹെൽപ്പ്. They are not scared about judgment. അവർ പറയത്തില്ല ചേച്ചി എന്നെ ജഡ്ജ് ചെയ്യുമെന്ന്. നോ, അവർക്ക് എങ്ങനെയെങ്കിലും ഈ പാപത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, പുറത്തു വന്നാൽ മതി. They are struggling. They need peace. They will be like, അച്ഛാ ചേച്ചി can you help me? I'm struggling in this area. Things that they watch, video games or anything. You guys know what is it. ഇത് വലിയവരും ഉണ്ട്, പ്രായമുള്ളവരും ഉണ്ട്, ഇതിനൊക്കെ അഡിക്ഷൻ ഉള്ളവർ. ചിന്തിക്കരുത് കേട്ടോ, പിള്ളേർ മാത്രമാണേ. പ്രായമുള്ളവർ, അഡൽസ്, തിങ്സ് ദാറ്റ് യു വാച്ച് ഇൻ ദ ഫോൺ. പാപമാണെന്നറിയാം, പക്ഷെ പുറത്തു വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഓൺ സെൽഫ് കൊണ്ട് പുറത്തു വരാൻ പറ്റത്തില്ല. യു നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനാദ്യം വേണ്ടത് എന്നറിയോ? അപ്പാ ഞാൻ പാപിയാന്ന് ആദ്യം ഒന്ന് സമ്മതിക്കണം. 2, എനിക്കിതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ കർത്താവ് പറയും ഞാൻ നിനക്ക് രക്ഷ അയക്കാം, ഞാൻ നിനക്ക് രക്ഷ അയക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. കർത്താവുള്ളിടമാ സ്വർഗം. കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഒറ്റ ചെക്ക് ലിസ്റ്റ്, ഒറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്നൊന്ന് കർത്താവ് വന്നാൽ മതി എന്നകത്ത് തിടുക്കൊണ്ട ഓർത്തോ നീ പോകും. പക്ഷേ കർത്താവ് ഇന്ന് വരുമെന്ന് ഇപ്പം ഇവിടെ പറയുമ്പോൾ അയ്യോ എൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അയ്യോ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചോളൂ, അയ്യോ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കൊച്ചിനെ ഒന്ന് ഗൗണൊക്കെ ഇട്ട് കാണണം, ആ കല്യാണത്തിന് നല്ല മേടിച്ച് വെച്ച പട്ടുസാരിയൊക്കെ ഒന്ന് ഉടുത്തിട്ട്, അയ്യോ എൻ്റെ നാട്ടിലെ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് കർത്താവ് വന്നാൽ മതി. പോകത്തില്ല കേട്ടോ.
കാരണം ഞാൻ ഇന്നലെ LPC പ്രസംഗിച്ചത് ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുവീന്ന്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിപ്പോയത് അതാ. ഓടാൻ പറഞ്ഞു, ഓടുവാ. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വീട്, പിന്നെ മോടെ കല്യാണം, കന്നുകാലികളെല്ലാം തിരിഞ്ഞു നോക്കുക. കാരണം അതിനോടാ അപ്പോഴും എൻ്റെ ആൻറ്റി തീ വരും, ഓട്. അയ്യോ പറ്റത്തില്ല എൻ്റെ പട്ടുസാരി, അയ്യോ പറ്റത്തില്ല എൻ്റെ കാറ്. പോയോ? ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും പോയി കാണണമെങ്കിൽ പോയി കണ്ടാൽ മതി. ഇപ്പോഴും അവിടെ ഉപ്പുതൂണായിട്ട് നിൽപ്പുണ്ട്. ഇതാരാ ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുവിന്ന് പറഞ്ഞെന്നറിയോ? ഹൂ സെഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? പാസ്റ്റർമാർ പറയല്ലേ പ്ലീസ്. ഹൂ സെഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? റിമെമ്പർ ലോത്ത്സ് വൈഫ്. യൂദയുടെ ലേഖനത്തിൽ യൂദയാണോ? അല്ല, ആൻറ്റി പറയില്ലേ? അങ്കിൾ പാസ്റ്ററെ പറയില്ലേ പാസ്റ്ററെ പ്ലീസ്. Who said this statement? Remember Lot's wife. Ada, you know who said it? Jesus himself. ഞാനാണെങ്കിൽ ഷോക്കായി പോയ വചനം വായിച്ചപ്പോൾ. കർത്താവേ, സാറായുണ്ട്, എസ്തേറുണ്ട്, രൂത്തുണ്ട്, ദെബോരയുണ്ട്. യേശു വാഗൊണ്ട് ഒറ്റ സ്ത്രീയെക്കുറിച്ച് പഴയ നിയമത്തിൽ റിമെമ്പർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഷോക്കായി പോയി. കർത്താവ് ഇവരൊക്കെ ഉണ്ടായിട്ട് കർത്താവ് അവരെ ആരും ഓർക്കാൻ പറയാതെ ഉപ്പുതൂണായവളെ കുറിച്ച് എന്തിനാ പറയുന്നേ? കർത്താവ് പറയാം, മോളെ അവളെ ഓർത്താൽ നിങ്ങളെല്ലാം നന്നാവും. കർത്താവ് ഹിംസെൽഫ്, ജീസസ് ഹിംസെൽഫ് സെഡ് റിമെമ്പർ ലോത്ത്സ് വൈഫ്. എന്തുകൊണ്ടെന്നറിയോ? അവിടെ നിപ്പുണ്ട് ഇപ്പോഴും. കർത്താവ് പറയാം, മോളെ ലോകം വിട്ടെന്ന് പേരുണ്ടെങ്കിലും ലോകം ഇന്നുള്ളിലുണ്ട്, പാപ ഉള്ളിലുണ്ട്. ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഓരോ വ്യക്തികളും ഉപ്പുതൂണായി പോവും. ന്യായവിധി വരുന്നു, കർത്താവിൻ്റെ വരവും അടുത്തു. തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അതുകൊണ്ട് യേശു ഒരു പഴയ നിയമ സ്ത്രീകളെ കുറിച്ച് പറയാതെ പറയുക, മക്കളെ ഒരാളെ മാത്രം ഓർത്താ മതി, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. എപ്പോഴും ഓർത്തോണം. നമ്മളോട് അപ്പച്ചന്മാർ പറയും എന്നെ ഓർക്കണമെന്ന്. കർത്താവും പറഞ്ഞു, എന്നെ മേശയിൽ നിന്ന് കഴിക്കുമ്പോഴൊക്കെ എന്നെ നമ്മൾ ഓർക്കുന്നില്ലേ? പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ലോത്തിന്റെ ഭാര്യ ഓർക്കാത്തേ? നമ്മൾ വരുമ്പോഴൊക്കെ ലോത്തിന്റെ ഭാര്യ എന്ന് ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞ ചർച്ച എഴുതി വെക്കണം, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീന്ന്. ശരിയാ. കാരണം ഓർത്താൽ പിമ്പിലുള്ളത് മറക്കും, മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടും. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കണം. എന്തുവാ ഈ സകല ഭാരം മുറുകെ പറ്റുന്ന പാപം? ഞാൻ ഇന്ന് പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. 1 പത്രോസ് 2:1-2 മുറുകെ പറ്റിക്കിടക്കുന്ന പാപമാ. നമ്മളിൽ ഓരോരുത്തരും ഇത് മറഞ്ഞു കിടക്കുകയാ. എന്നാൽ കർത്താവ് പറയാ, മാനസാന്തരത്തിനൊത്ത ഫലം കായ്പീൻ. അത്തിയിൽ വൃക്ഷത്തിൽ ഫലം കാണാതെ വന്നപ്പോൾ തോട്ടക്കാരനോട് പറയാം വെട്ടിക്കളഞ്ഞേക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഓർമ്മ വരുന്നുണ്ട്? ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലോ? അല്ലെന്ന് പറയരുത് കേട്ടോ. എനിക്കറിയാം ദൈവസഭകളിൽ വാണിങ്സിൻ്റെ മേൽ വാണിങ്സ് കിട്ടിയിട്ടും മാനസാന്തരപ്പെടാതെ ഹൃദയത്തെ കഠിനമാക്കുന്നവർ സഭയ്ക്കുള്ളിലുണ്ട്. ഇത് എനിക്കുള്ളതല്ല അവക്കുള്ളതാ, അവക്കുള്ളതല്ല മറ്റവനുള്ളതാന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത്. അങ്ങനല്ല. ഇറ്റ് ഈസ് ഫോർ യു. ദൈവം ഞാൻ ഈ സഭ ഓരോ സഭകളിൽ പോകുമ്പോഴും പരിശുദ്ധാത്മാവ് തരുന്ന ദൂതാ ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചു ദൈവം തരുന്ന ദൂതാ പറയുന്നത്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഇറ്റ് ഈസ് എ ലെറ്റർ. പോൾ ലെറ്റർ എഴുതുന്ന പോലെ എന്നോട് പറഞ്ഞു, ഇത് നീ ഒരു ലെറ്റർ, ഇത് പോയി വായിക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഇത്രയും നേരം ചെയ്ത് കർത്താവ് തന്ന ലെറ്റർ വായിക്കുവോ? കർത്താവ് പറയാ, എനിക്ക് നിങ്ങളെ നിത്യത വേണം, എനിക്ക് നിങ്ങളെ നിത്യത വേണം. നിത്യത വരണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും അല്ല 10 കൽപ്പന. കർത്താവിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താ? കർത്താവിൻ്റെ പെർസ്പെക്റ്റീവിലാണോ ഞാൻ ജീവിക്കുന്നത്, അതോ എൻ്റെ ചെക്ക് ലിസ്റ്റിലാണോ? നമുക്ക് നമ്മുടേതായ ചട്ടക്കൂടുണ്ട്, നമുക്ക് നമ്മുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്. അതൊന്നും സാരമില്ല, അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിച്ച്, ഇങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ പറയുന്നത്, ഇതല്ല കർത്താവ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അതിനെയാ ദുരുപദേശം എന്ന് പറയുന്നത്. ഈ ദുരുപദേശക്കാരെ പിടിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. മത്തായി 5, 6, 7 നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. That is the true gospel. Don't think you got saved, you got baptized, you will be going when Jesus comes. No, you won't. If you are not living a life that God wants you to live.
There is certain rules and regulations how a Christian should live. That is written in Matthew chapter 5, 6 and 7. Go read it. Do not murder. അവിടെ എഴുതിയേക്കുക, നിന്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ. ചിലർ വിളിക്കും യൂസ്ലെസ് ഫെലോ. പ്രശ്നം നരകത്തിലോട്ടാ പോകുന്നത്. പാസ്പോർട്ട് എടുത്ത് വെച്ചേക്കുക നരകത്തിൽ പോകാൻ. ഒന്നോർത്തെ, വാക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പോകുന്നെങ്കിലോ. നിസ്സാരാന്ന് വിളിക്കരുത്. ഇതൊക്കെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ദേഷ്യം വരുമ്പോൾ മക്കളെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, അല്ലെ ജോലിയിൽ വിളിക്കും. കർത്താവ് പറയും ഓരോ വാക്കിനും കണക്ക് കൊടുക്കണമെന്ന്. ഓരോ നിസ്സാര വാക്കിന് കണക്ക് കൊടുക്കണം. നിസ്സാര തോട്ട്സിന് കണക്ക് കൊടുക്കണം. ബിവെയർ, ഹീ ഈസ് അറ്റ് ദ ഡോർ. ഹീ ഈസ് അറ്റ് ദ ഡോർ. കർത്താവ് വാതിൽക്കൽ നിൽക്കുക. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. കർത്താവിൻ്റെ സഭ ഉയർത്തപ്പെടും. കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവസാനമായി കർത്താവ് വാണിംഗ് പറയുക, 1 വർഷം കൂടെ നിൽക്കട്ടെ. Maybe it will be your last year. You cannot say I will not live. ചിലപ്പോൾ പറയാ, ചിലപ്പോൾ ഒരു വർഷം കൂടെ ജീവിക്കുമായിരിക്കും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർ പറയില്ല ഞാൻ 10 വർഷം കൂടെ ജീവിക്കുന്നു. എന്താ ഗ്യാരണ്ടി? നിങ്ങൾക്ക് എല്ലാവർക്കും ചാർലി അറിയാമല്ലോ അല്ലേ? ചാർലി കിർക്ക്. ഹി മെയ്ഡ് എ ബിഗ് റെവല്യൂഷൻ ഇൻ ദിസ് ഫ്യൂ വീക്സ്. ഞങ്ങളുടെ അമേരിക്കയിൽ ഇന്നലെ ടെക്സാസിൽ 700 പേര് സ്നാനപ്പെട്ടു. യങ് പീപ്പിൾ. ഞങ്ങളുടെ ചർച്ചസൊക്കെ ഇപ്പോൾ ഫുള്ളാവുക. ആരാ വരുന്നതെന്നറിയോ? ടാറ്റു അടിച്ചവരും. പറ, നമ്മളവരെ ചർച്ചയ്ക്ക് കിട്ടുമോ? പറ. നമുക്കൊരു ചട്ടക്കൂടുണ്ട്. അയ്യോ, ടാറ്റു അടിച്ചവരൊക്കെ. പക്ഷേ ഞാൻ അവർ കണ്ടത് എന്നാന്നറിയോ? ട്രൂ റിപ്പൻറ്റൻസ്. ട്രൂ റിപ്പൻറ്റൻസ്. പുറമെ ടാറ്റു ഉണ്ട്, പുറമെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ പറയുക, ഞങ്ങൾ പാപികളാ, ഞങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്ന്. അതാ കർത്താവ് പറഞ്ഞ, മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും. നമ്മുടെ വിചാരം നമ്മൾ ബന്ധുക്കോസുകാരാ സ്വർഗത്തിൽ പോകുന്നു. ഞാൻ പറയാം, പകുതി എണ്ണം പോകത്തില്ല. കാരണം മാനസാന്തരമില്ലാത്തവരെ സഭയിലുള്ളിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മറിഞ്ഞു കിടക്കുന്ന പാപമെന്ന്. ഇതൊന്നും പാപമായിട്ട് ആരും കാണുന്നില്ല. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം. മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി വേണം. ബിക്കോസ് വി ആർ ദ ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഓരോ അവയവങ്ങളും ഓരോ വിശ്വാസികളാ. ഓരോ അവയവങ്ങളും ഓരോ വിശ്വാസികളാ. ചിന്തിക്കരുത് മറ്റേ ആളോട് വഴക്ക് പിടിച്ചിട്ട് വന്നിരിക്കാമെന്ന്. ഈ കയ്യിൽ 5 വിരലുകളും 5 വിശ്വാസികളാണെന്ന് ചിന്തിക്കുക. ഈ വിരലിനോട് പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വിരലിനെ മാറ്റി നിർത്തിയിട്ട് ഈ വിരലിനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഈ 5 വിരലും ഒരുമിച്ച് വരേണ്ടതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തം ഫിംഗർ ഇല്ലാത്തൊരു ജീവിതം ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പാടാ അല്ലേ? ഈസി ആയിട്ട് കാര്യം നടക്കത്തില്ല. കയ്യിലൊരു മുറിവ് വരുമ്പോൾ അറിയാം. കർത്താവ് അതുകൊണ്ട് സഭയെ ശരീരവുമായിട്ട് റിസംബിൾ ചെയ്ത് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും ശരീരത്തിലെ ഓരോ അവയവങ്ങൾ. ഞാൻ തന്നെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ ചിലരുണ്ട്, എനിക്ക് അവരോട് ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ല സിസ്റ്ററെ. അവരെന്നെ അത്ര മുറിപ്പെടുത്തിയവരാന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു എക്സാമ്പിൾ പറഞ്ഞതേ, ലാസ്റ്റ് ഫൈനൽ വേർഡ് പറഞ്ഞ് നിർത്തുക. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ അടുക്കള അങ്കിളുമാർ കയറിയിട്ടില്ലെങ്കിൽ ആൻറ്റിമാർ കയറുന്നവർക്ക് അറിയായിരിക്കും. കയറുന്നവർക്കറിയാമല്ലോ. ഒരു ആപ്പിൾ എത്താനെങ്കിലും നിങ്ങൾ അടുക്കള കയറിയിട്ടില്ലേ? ഇല്ലേ? നിങ്ങളുടെ ഇടത്തെ കയ്യിൽ ഒരു ആപ്പിളും വലത്തെ കൈ കത്തി. ആപ്പിൾ എത്തിക്കൊണ്ടിരുന്നപ്പം വലത്തെ കൈയുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇടത്തെ കൈ എന്ത് ചെയ്തു? മുറിഞ്ഞു. ക്വസ്റ്റ്യൻ, ആരാ ഇടത്തെ കൈയെ മുറിച്ചത്? കത്തിയല്ല മുറിച്ചത് സിസ്റ്ററെ, കയ്യാ മുറിച്ചത്. മറ്റേ കയ്യാ അല്ലേ? വലത്തെ കയ്യ എന്ത് ചെയ്തേ? അബദ്ധം പറ്റിപ്പോയതാ, മുറിഞ്ഞു പോയി, രക്തം വന്നു. എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ ബോഡിയുടെ ആദ്യത്തെ റെസ്പോൺസ് എന്താ? കത്തി താഴോട്ടിട്ടു, ആപ്പിൾ താഴോട്ടിട്ടു, ഏത് കൈ മുറിച്ചോ ആ കൈ ഓടി വരും. ആണോ? ആദ്യം എന്ത് ചെയ്യും? പറ. ഞെക്കും, പിന്നെ തൂക്കും, തിരുമും, പിന്നെ കാല് കൂടെ ഓടും. ആണോ? ഈ കൈ പറയുക, എന്നെ ഉപദ്രവിച്ചിട്ട് വന്നേക്കുന്നു തൂക്കാൻ, എന്നെ ആരും തൂക്കണ്ടെന്ന് പറഞ്ഞ് ഈ വിരലിങ്ങനെ നിൽക്കുവോ? നിൽക്കുവോ? ഇല്ല. നമ്മൾ പോലും അറിയാതെ ഹോൾ ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ആരാ സൈൻ കൊടുക്കുന്നേ? ബ്രെയിൻ, തല, ക്രിസ്തുവാകുന്ന തല.
ഹല്ലേലൂയ. ബ്രെയിനുമായിട്ട് ബന്ധമുള്ള ഓരോ അവയവത്തിനും സിഗ്നൽ കൊടുത്തു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവം മുറിപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റിയാ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളത്. നിന്റെ സഭയിൽ ഒരുവൻ മുറിപ്പെട്ടാൽ എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്ക് വേണ്ടി കരയുക എന്നുള്ളത്. അവനത് കിട്ടട്ടെ എന്ന് പറയാനുള്ളതല്ല. അങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ എത്ര അവയവങ്ങൾ ഇന്ന് കണ്ടേനെ. നമ്മളെല്ലാം അംഗവൈകല്യമുള്ളവരായിട്ട് ഇന്ന് ഇവിടെ വന്നേനെ. ഈ വിരൽ പറയാം, എനിക്ക് ഈ വിരൽ വേണ്ട, കൈ വേണ്ടെന്ന് പറഞ്ഞാൽ കൈ വെട്ടി ചെയ്തിട്ട് വരുന്ന അവസ്ഥയെന്ന് ഓർത്ത്. കുടുംബത്തിലും അങ്ങനെ തന്നെ. ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന്, നിങ്ങൾ പറയുന്ന അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെന്ന്, അവൻ വേണ്ടാന്നൊന്നും പറയരുത്. മുടിയനായ പുത്രനൊക്കെ നമുക്കുള്ള ഹോപ്പാ. ഈ കൈ വരും, തുടയ്ക്കും, പിന്നെ ബാൻഡേഡ് ഇടും, ഇല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യും. എത്ര ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് ഹീലാവും. പിന്നെയും മുറിവുണ്ടാവും, ഇല്ലേ. നമ്മുടെ വായിലെ നാക്ക് തന്നെ എത്ര വട്ടം പല്ലിൻ്റെ കടി കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്, ഇല്ലേ. നാക്ക് പറഞ്ഞു ഇനിയും തൊട്ട് ഞാൻ സഭ മാറാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ഥലം കൊള്ളത്തില്ല, കുറച്ച് നാളത്തേക്കിന് വേറൊരു പൊസിഷൻ പിടിക്കാം, നാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഈ പല്ലൊന്നും ശരിയല്ല, ശരിയല്ലാത്തടത്താണ് നിന്നെ ആക്കിയേക്കുന്നത്. ചിലർക്ക് സഭ ഇഷ്ടമല്ല, അവർ ശരിയല്ല, തൊട്ടിപ്പുറം ഇരിക്കുന്ന ആൾ ശരിയല്ല, പുറകിലിരിക്കുന്ന ആര് ശരിയല്ല, ഇവിടെ ആരാ ശരി? ഞാൻ മാത്രം ശരി. നീ ആ ഏറ്റവും ദോഷം ചെയ്യുന്ന ആൾ. കാരണം ചെറിയ നാവ് വലിയ കാട് കത്തിക്കും, പല്ല് ചെറിയ കടിയേ ഉള്ളൂ. ഇത് ഒരു കുടുംബത്തെ തന്നെ ദോഷം വരുത്താനുള്ളതാ നടുക്കിരിക്കുന്നത്. പക്ഷെ പറച്ചിന് മൊത്തം എന്താ? പല്ല് ശരിയല്ല, ഫ്രണ്ടിലുള്ള പല്ല് ശരിയല്ല, ബാക്കിലുള്ള അണപ്പല്ല് ശരിയല്ല. ഒറ്റ ക്വസ്റ്റ്യൻ, നാവ് നന്നായ പല്ലും കൂടെ കാണും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പല്ലുകൊണ്ട് ചിലപ്പോൾ നാവ് മുറിയൂന്ന്, പക്ഷെ നാവിന് പറയാൻ പറ്റത്തില്ല ഇവിടം വിട്ട് പുറത്ത് പോകണമെന്ന്. ഒറ്റ കാര്യം ചെയ്താൽ മതി, സൂക്ഷ്മതയോടെ ഹാൻഡിൽ ചെയ്താൽ മതി. ഇതാണ് ദൈവം എനിക്ക് തന്ന ദൂത്. ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെടേണ്ടവർ താന്താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. ആകയാൽ ഒരാണ്ടും കൂടെ കർത്താവ് നിർത്തിയേക്കുക, ഒരാണ്ടും കൂടെ. എന്തുവാ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നറിയാമോ? മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കുക. നിങ്ങൾ മാനസാന്തരത്തിനൊത്ത ഫലം കായ്ച്ചാൽ, കർത്താവ് വന്നാൽ ഈ സഭയിൽ എല്ലാവരും പോകും. പോയാൽ നമുക്ക് നമ്മുടെ പ്രാണപ്രിയൻ്റെ മുഖം കാണാം. ഹല്ലേലൂയ. ഒരു ദിവസം നമ്മൾ തമ്മിൽ കാണുമോയെന്ന് അറിയത്തില്ല, പക്ഷെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളെല്ലാവരും അക്ഷരായി എഴുന്നേൽക്കും. ആ പ്രത്യാശ ഉള്ളിലില്ലെങ്കിൽ ഓർത്തോ, പോക്കാം. കർത്താവ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നുള്ള വാഞ്ച വരേണ്ടത്. നരകം പേടിച്ച് ആര് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കരുത്. ആഗ്രഹം എപ്പോഴും എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കാണണം. എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഹല്ലേലൂയ. ഒരിക്കൽ മുൾമുടിയേറ്റ തല, എന്നാൽ നാളെ അവൻ രാജമുടി ചൂടി. ഹല്ലേലൂയ. എന്നെ എതിരേൽപ്പാൻ വരുന്ന ആ ദിവസം. ആ പ്രത്യാശയില്ലാത്തവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, വിരുദ് പ്രാപിക്കുന്നവർ ചുരുക്കം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ആലോചന പറഞ്ഞു തന്നു. ഫോക്കസ് സ്വർഗമായിരിക്കണം, നിത്യതയായിരിക്കണം, കർത്താവിൻ്റെ മുഖമായിരിക്കണം. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.